എന്തുകൊണ്ട് കുട്ടികൾ പോകുന്നു വെച്ചാൽ എക്കോസിസ്റ്റം ഡെവലപ്ഡ് ആവാത്തതുകൊണ്ടാണ്. നമ്മൾ ഈ ഫ്യൂച്ചർ കേരള മിഷൻ 4 പില്ലേഴ്സ് എഡ്യൂക്കേഷൻ, ഓൺടർപ്രണർഷിപ്പ്, യൂത്ത് എംപവർമെൻറ്റ്, അതുപോലെ തന്നെ ക്വാളിറ്റി ഓഫ് ലൈഫ്. മറ്റുള്ള മെട്രോ കൾച്ചർ എന്ന് പറയുന്നത് ആരെയും ബോദർ ചെയ്യാത്തൊരു കൾച്ചറാണ്. നമ്മളെന്ന് പറയുമ്പോൾ മറ്റുള്ളവനെ കാര്യം, അപ്പോൾ നമ്മുടെ കൾച്ചറൽ ഷിഫ്റ്റ് നമുക്ക് ഇന്ന് ഇമ്പോർട്ടൻ്റ് ആണ്. യു കെയിലും യു എസിലെയും അല്ലെങ്കിൽ ഓസ്ട്രേലിയയിലെയും സിറ്റിസൺസ് ഇവിടെ വന്ന് ഇവിടെ പെർമനന്റ് റെസിഡൻസി അപ്ലൈ ചെയ്യുന്ന ഒരു കേരളം അത് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഇത് സോഹോയുടെ ശ്രീധർ വെമ്പുവിൻ്റെ ഒരു ട്വീറ്റ് ഉണ്ടായിരുന്നു. കാരണം ഡിഗ്രി വേണ്ട സോഹോയിൽ അപ്ലൈ ചെയ്യാൻ. പണ്ട് നമുക്ക് ബേസിക് എലിജിബിലിറ്റി ഏത് ജോലിക്ക് അപ്ലൈ ചെയ്യാനും ഡിഗ്രി ആയിരുന്നു. സമ്മിറ്റ് ഓഫ് ഫ്യൂച്ചറിൻ്റെ 2ാം എഡിഷൻ്റെ പശ്ചാത്തലത്തിൽ ഡോക്ടർ ടോം ജോസഫുമായിട്ടാണ് ദ ക്യൂ സംസാരിക്കുന്നത്. ടോം ഇതിൻ്റെ ഫ്യൂച്ചർ കേരള മിഷൻ്റെ ചീഫ് ഫെസിലിറ്റേറ്ററാണ്. സമ്മിറ്റ് ഓഫ് ഫ്യൂച്ചറിൻ്റെ 2ാം എഡിഷൻ ജെയിൻ യൂണിവേഴ്സിറ്റിയുടെ ഇന്നൊവേഷൻ സെഗ്മെൻറ്റിലെ ഡയറക്ടർ കൂടിയാണ്. അപ്പോൾ ഇതിനൊക്കെ അപ്പുറത്ത് ഞാൻ മനസ്സിലാക്കുന്ന ടോമിലൊരു വിദ്യാർത്ഥിയുടെ ഒരു ക്യൂരിയോസിറ്റി അല്ലെങ്കിൽ ഒരു ലേണിംഗ് അൺലേണിംഗ് പ്രോസസ്സിൻ്റെ ഒരു തുടർച്ച പോലെയാണ് സമ്മിറ്റ് ഓഫ് ഫ്യൂച്ചർ എന്ന് തോന്നിയിട്ടുണ്ട്. കാരണം ലോകത്തെങ്ങും നടക്കുന്ന എക്സ്പോകൾ, എക്സിബിഷൻസ്, അക്കാദമിക് ഈവൻറ്റ്സ്, ഇതിൻ്റെയൊക്കെ ഒരു കാഴ്ചക്കാരനായി നിന്നും അതിനോടൊപ്പമുള്ള ഒരു യാത്രയുടെ ഒരു തുടർച്ചയിലായിരിക്കുമല്ലോ ഇങ്ങനെ ഒരു സംഗതി കേരളത്തിൽ ക്യൂറേറ്റ് ചെയ്യണമെന്ന് തീരുമാനിച്ചിട്ടുള്ളത്. 2nd എഡിഷന് വരുന്ന സമയത്ത് ഒരു വിദ്യാർത്ഥി ഈ ദിവസങ്ങളിൽ ഇവിടെ സ്പെൻഡ് ചെയ്താൽ അയാൾക്കുള്ളൊരു ടേക്ക് അവേ അതെന്തായിരിക്കും? മനുഷ്യടം പറഞ്ഞ പോലെ ഇതൊരു എല്ലാവരിലും ഒരു വിദ്യാർത്ഥിയുണ്ട്. കാരണം ലേണിംഗ് എന്ന് പറയുന്നത് നമ്മൾ ജീവിക്കുന്നിടത്തോളം കാലം നമ്മൾ എന്തെങ്കിലും പുതിയ കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്. പിന്നെ അത് കോളേജിൽ പോകണമെന്നോ സ്കൂളിൽ പോകണമെന്നൊന്നുമില്ല. അപ്പോൾ ആ ഒരു ലേണിംഗ് എന്നൊരു ക്യൂരിയോസിറ്റി അല്ലെങ്കിൽ അത് ഒരു എക്സൈറ്റ്മെൻറ്റ് ക്രിയേറ്റ് ചെയ്യുക, അതായിരുന്നു സമ്മിറ്റ് ഓഫ് ഫ്യൂച്ചറിൻ്റെ ഫസ്റ്റ് എഡിഷൻ. അപ്പോൾ എല്ലാവർക്കും വേണ്ടിയുള്ള ഫെസ്റ്റിവൽ എന്ന രീതിയിലാണ് ആദ്യത്തെ എഡിഷനും പ്രസൻറ്റ് ചെയ്തത്. എല്ലാവർക്കും വേണ്ടി എന്തെങ്കിലും ഒന്നുണ്ട്, എന്നാൽ എല്ലാവർക്കും വേണ്ടിയുള്ളതല്ല. അതിനെ ഒന്ന് അട്രാക്ട് ചെയ്യാൻ, കൂടുതൽ ജനകീയമാക്കാനാണ് നമ്മൾ ടെസ്ലയും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇൻട്രൊഡ്യൂസ് ഒക്കെ ചെയ്തത്. ഈ വർഷം വരുമ്പോൾ അത് കുറച്ചും കൂടി ജനകീയമാക്കുകയാണ്. കാരണം കഴിഞ്ഞ വർഷം നമ്മൾ ഈ ഫെസ്റ്റിവൽ പ്രസൻറ്റ് ചെയ്തപ്പോൾ ഇതൊരു ഫ്യൂഷൻ ഫെസ്റ്റിവലാണ്. കാരണം നമ്മൾ ഒത്തിരി ഫെസ്റ്റിവലുടെ കാര്യം മനുഷ്യനെ സൂചിപ്പിച്ചതുപോലെ കേരളത്തിൽ തന്നെ നമുക്ക് ലിറ്ററേച്ചർ ഫെസ്റ്റിവലുണ്ട്, അതുപോലെ തന്നെ പല ലിറ്ററേച്ചർ ഫെസ്റ്റിവലുണ്ട്, അതുപോലെ തന്നെ ഒത്തിരി അക്കാഡമിക് ഇവൻറ്റ്സ് നടക്കുന്നുണ്ട്, സ്റ്റാർട്ടപ്പിന് ഫെസ്റ്റിവലുണ്ട്, ബിസിനസ് കോൺക്ലേവ്സ് ഉണ്ട്, മീഡിയയ്ക്ക് കോൺക്ലേവ് ഉണ്ട്, ഓട്ടോയ്ക്ക് എക്സ്പോസ് നടക്കുന്നുണ്ട്. പക്ഷേ ഈ സമ്മിറ്റ് ഓഫ് ഫ്യൂച്ചർ എന്ന് പറയുന്ന ഒരു ഫ്യൂഷൻ, അതായത് എല്ലാ എലമെൻറ്റിനെയും ഒരു പ്ലാറ്റ്ഫോമിൽ കൊണ്ടുവരിക. ഇവിടെ നമ്മൾ ഡിസ്കഷൻസും ഫോറംസും ഉണ്ട്. അതിലെല്ലാ ഡിഫറെൻറ്റ് വിഷയങ്ങളെക്കുറിച്ച്, സബ്ജക്റ്റുകളെക്കുറിച്ച് സംസാരിക്കുന്നു. നമ്മൾ ലിറ്ററേച്ചറെ കുറിച്ച് മാത്രമല്ല, ടെക്നോളജി, എഡ്യൂക്കേഷൻ, അല്ലെങ്കിൽ ഓത്ത്, എൻവയോൺമെൻറ്റ്, സസ്റ്റൈനബിലിറ്റി, ഇന്നൊവേഷൻ, ഇപ്പോൾ ഫിലിം, സിനിമ, അങ്ങനെ എല്ലാ ആസ്പെക്ട്സിനെ കുറിച്ചും നമ്മൾ ഒരു ഡിസ്കഷൻ ഫോറംസ് അല്ലെങ്കിൽ കോൺവെർസേഷൻസ്, ഡയലോഗ്സ് ഉണ്ട്. അതിന് പുറത്ത് സാധാരണക്കാരനെ അല്ലെങ്കിൽ ഒരാൾ അറിഞ്ഞിരിക്കേണ്ട കുറേ കാര്യങ്ങൾ, അത് അവരെ അഫക്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ അവരിലൊരു ഇമ്പാക്റ്റ് അല്ലെങ്കിൽ അവരെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്ന ഒത്തിരി കാര്യങ്ങൾ നമ്മൾ സമ്മിറ്റിലേക്ക് കൊണ്ടുവരുന്നു. അതിനകത്ത് അതിൻ്റെ ഭാഗമായിട്ട് റോബോട്ടിക് എക്സ്പോ അല്ലെങ്കിൽ ഒരു ഫുഡ് സ്ട്രീറ്റ്, ഈ വർഷം അത് ഫെസ്റ്റിവൽ വില്ലേജ് ഉണ്ട്, പിന്നെ നമുക്ക് ഇ സ്പോർട്സിൻ്റെ ഒരു ഗെയിം ബോർഡ്സ് ഉണ്ട്, അതുപോലെ ഡിസൈൻ ഫെസ്റ്റിവൽ ഉണ്ട്, അതുപോലെ ഫെസ്റ്റിവൽ ഓഫ് മ്യൂസിക് എന്ന് പറഞ്ഞ കോൺസേർട്ട് ഉണ്ട് എല്ലാ ദിവസവും. അങ്ങനെ ഡിഫറെൻറ്റ് എലമെൻറ്റ്സ് കൊണ്ടുവരുന്നതുകൊണ്ട് അത് എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. നമ്മൾ ഒരു പർട്ടിക്കുലർ സെഗ്മെൻറ്റ് ഫെസ്റ്റിവൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വളരെ എളുപ്പമാണ്. പക്ഷേ ആ ഒരു ചലഞ്ച് കഴിഞ്ഞ വർഷം ഒരു പരിധി വരെ നമുക്കുണ്ടായിരുന്നു. അത് കുറച്ചും കൂടെ ജനകീയമാക്കാനാണ് ഈ വർഷം നമ്മൾ കുറച്ചും കൂടെ വളരെ ജനകീയമായ ക്യാമ്പയിൻ, വളരെ ഡെമോക്രാറ്റിക് ആയിട്ടുള്ള എല്ലാവർക്കും വേണ്ടിയുള്ളതാണ്. കാരണം പ്രത്യേകിച്ച് നമ്മുടെ സ്പേസ് ഇൻഫോ പാർക്കിലൊരു പ്രോഗ്രാം നടക്കുമ്പോൾ അത് എനിക്ക് വേണ്ടിയുള്ളതാണോ എന്നൊരു ചോദ്യം സാധാരണ ഒരു പബ്ലിക് സ്പേസ് അല്ല, ഒരു ഓപ്പണിംഗ് ആയിട്ടുള്ള അല്ലെങ്കിൽ എല്ലാവർക്കും വരാൻ, ഇപ്പോൾ പാർക്കിൽ സുഭാഷ് പാർക്കിൽ നടക്കുമ്പോൾ എല്ലാവർക്കും വരാനൊരു വെൽക്കമിംഗ് ആയിട്ടുള്ള സ്പേസ് ആണ്, അല്ലെങ്കിൽ ഒരു ബീച്ച് നടക്കുമ്പോൾ വെൽക്കമിംഗ് ആയിട്ടുള്ള സ്പേസ് ആണ്. പക്ഷെ ഇവിടെ എനിക്ക് വരാൻ പറ്റുമോ? അപ്പോൾ അത് കുറച്ചും കൂടെ ജനകീയമാക്കാനുള്ള കമ്മ്യൂണിക്കേഷൻ ലാംഗ്വേജസ് അല്ലെങ്കിൽ അത് കുറച്ചും കൂടെ അതുപോലെ കീ മെസ്സേജസ് എല്ലാം നമ്മൾ അതുപോലെ മാറ്റി. അതുപോലെ ഈ വർഷം നമ്മളൊരു പീപ്പിൾ സ്റ്റേജ്, അതായത് പീപ്പിൾ സ്റ്റേജ് എന്ന് പറയാൻ കാരണം എല്ലാവരും ഇതിലേക്ക് പങ്കാളികളാക്കുക. ഈ ഫെസ്റ്റിവലിൽ എനിക്കും വേണ്ടിയുള്ള ഫെസ്റ്റിവൽ ആണെന്നൊരു ഫീൽ ക്രിയേറ്റ് ചെയ്യുന്ന രീതിയിൽ അവരുടെ ആശയങ്ങൾ എടുക്കുക. അതുപോലെ നമ്മുടെ സൊസൈറ്റിയിൽ പല രീതിയിൽ ലോക്കലി നോൺ ആയിട്ടുള്ള ആൾക്കാരുണ്ട്, പക്ഷെ അവരുടെ വ്യത്യസ്തമായ ഐഡിയകളാകാം, ആശയങ്ങളാകാം, അവരുടെ പെർസെപ്ഷൻസ് ആകാം. അത് ഒരു മാസ് പ്ലാറ്റ്ഫോം അല്ലെങ്കിൽ ഒരു ഓഡിയൻസ് അവർക്ക് കൊടുക്കുക. അതിനു വേണ്ടിയും കൂടെ നമ്മളൊരു പീപ്പിൾ സ്റ്റേജ് ക്രിയേറ്റ് ചെയ്തു. പിന്നെ നമ്മുടെ ഈ സെഷൻസ് എല്ലാം ക്യൂറേറ്റ് ചെയ്തിരിക്കുന്നത് യുണൈറ്റഡ് നേഷൻസിൻ്റെ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോൾസിനെ ബേസ് ചെയ്തായിരുന്നു. കാരണം നമ്മുടെ SDG ഗോൾസിനെ ബേസ് ചെയ്തിട്ടുള്ളതാണ് 7 ട്രാക്കിലായിട്ടാണ് സെഷൻസ് ക്യൂറേറ്റ് ചെയ്തത്. ഈ വർഷം നമ്മളൊരു സ്പെഷ്യൽ സെഷൻസ് നമ്മുടെ സാധാരണ ജീവിതത്തിന് അഫക്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾ, അത് ചിലപ്പം കൺസ്യൂമർ റൈറ്റ് ആകാം, അല്ലെങ്കിൽ ഹാർട്ട് ഹെൽത്തിനെ കുറിച്ചാകാം, അല്ലെങ്കിൽ റിലേഷൻഷിപ്പിനെ കുറിച്ചാകാം, അല്ലെങ്കിൽ ജെൻസി സംസാരിക്കുന്ന പല
കാര്യങ്ങളുണ്ട്. യു ഓൺലി ലീവ് വൺസ്, യോലോ, അല്ലെങ്കിൽ ഫിയർ ഓഫ് മിസ്സിംഗ് ഔട്ട്, അങ്ങനെ ജെൻസിയുടെ വൈബ് ചെക്ക്, അവർ ഉപയോഗിക്കുന്ന ലാംഗ്വേജ് അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ, അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ നമ്മൾ ഈ ഫെസ്റ്റിവലിലേക്ക് കൊണ്ടുവരും. അതായത് സാധാരണക്കാരനും അഫക്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ അവരുടെ ഡേ ടു ഡേ ലൈഫിനെ ഇമ്പാക്ട് ചെയ്യുന്ന പല കാര്യങ്ങളും ഫെസ്റ്റിവലിൻ്റെ ഭാഗമാകുക. അപ്പോൾ ഒരു ഫ്യൂഷൻ ഫെസ്റ്റിവൽ, ഞാൻ പല ഫെസ്റ്റിവലും പറയുമ്പോൾ നമുക്ക് ലോകത്തിൽ പല വ്യത്യസ്തമായ ഫെസ്റ്റിവൽസ് ഉണ്ട്. ഇപ്പോൾ നമ്മൾ പോവുകയാണെങ്കിൽ പാരീസ് ഫാഷൻ വീക്ക് ഉണ്ട്, ലണ്ടൻ ഫാഷൻ വീക്ക് ഉണ്ട്, ജനീവ മോട്ടോർ എക്സ്പോ ഉണ്ട്, അതുപോലെ ഓട്ടോ ഷോ ഉണ്ട്, അല്ലെങ്കിൽ മിലാൻ ഡിസൈൻ വീക്ക് ഉണ്ട്, അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെയുള്ള എക്സ്പോസ് എല്ലാം, ഈ എക്സ്പോസ് എല്ലാം ആ പർട്ടിക്കുലർ സെഗ്മെൻറ്റിനെ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. ഇപ്പം ജനീവ ഓട്ടോ ഷോ ഓട്ടോയിനാണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്, ഫാഷൻ വീക്ക് ഫാഷനെയാണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്, ബെറ്റ് എന്ന് പറഞ്ഞ എക്സിബിഷൻ ഉണ്ട്, അത് ലണ്ടനിൽ നടക്കുന്ന ടെക്നോളജിയുടെ ഏറ്റവും വലിയ എക്സിബിഷൻ, ടെക്നോളജി മാത്രമേ കോൺസെൻട്രേറ്റ് ചെയ്യുന്നുള്ളൂ. നമ്മൾ ഈ പറയുന്ന എലമെൻറ്റുകളെല്ലാം ഫ്യൂഷൻ ആക്കിക്കൊണ്ടുവരിക. അപ്പം അങ്ങനെ ഒരു ഫെസ്റ്റിവൽ ലോകത്ത് ഒരിടത്തും നടക്കുന്നില്ല. അപ്പം നമ്മൾ അതിനകത്ത് ഇപ്പോൾ നമ്മൾ ഈ ഡാൻസ് കൊച്ചി എന്ന് പറഞ്ഞ ഞങ്ങളുടെ എലമെൻ്റ് ഉണ്ട്. അത് നമ്മൾ അതിനെ എടുത്തിരിക്കുന്നത് ആംസ്റ്റർഡാമിൽ നടക്കുന്നൊരു ഈവൻ്റ് ഉണ്ട്, ആംസ്റ്റർഡാം ഡാൻസ് ഈവൻ്റ് എന്ന് പറയും, ADE ഫെസ്റ്റിവൽ എന്ന് പറയും. അത് ആംസ്റ്റർഡാമിനെ കൂടുതൽ ജനകീയമാക്കാൻ അല്ലെങ്കിൽ അവിടത്തേക്ക് കൂടുതൽ ആളുകളെ അട്രാക്ട് ചെയ്യാൻ വേണ്ടി ആംസ്റ്റർഡാമിൻ്റെ മേയർ നടത്തുന്ന ഒരു ഫെസ്റ്റിവൽ എല്ലാ വർഷവും ഒക്ടോബർ എൻഡിൽ നടക്കുന്നത്. അവരുടെ ഓരോ പബ്ബുകളിൽ ഓരോ ലോകത്തിലെ പല ബാൻഡുകൾ ഇൻവൈറ്റ് ചെയ്ത് അവർ നടത്തും. അപ്പം നമുക്ക് അത് ആ ഒരു കോൺസെപ്റ്റ് എടുത്തിട്ടാണ് നമ്മൾ ഡാൻസ് കൊച്ചി എന്ന് പറയുന്ന കൊച്ചിയിലെ പല പബ്ലിക് സ്പോട്ടുകളിലും നമ്മൾ യൂത്തിനെ ഒന്ന് എന്താ പറയുക, അവരെ സ്ട്രെസ് ഫ്രീ ആക്കി അല്ലെങ്കിൽ ഒരു സെലിബ്രേഷൻ മൂഡിലേക്ക് കൊണ്ടുവരിക. അപ്പം നമുക്കൊരു മെൻ്റൽ ഹെൽത്തിന് അല്ലെങ്കിൽ ഒരു ഹാപ്പിനെസ്സിന് ഫോക്കസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഈ സമ്മിറ്റിൻ്റെ ഭാഗമായി ഡാൻസ് കൊച്ചി. അപ്പം പല ഫെസ്റ്റിവലുകളിൽ നിന്ന് അവരുടെ എല്ലാം നല്ല കാര്യങ്ങൾ എടുത്തുകൊണ്ട് നമ്മളൊരു ഫെസ്റ്റിവൽ ക്യൂറേറ്റ് ചെയ്യുന്ന ഒരു ഫ്യൂഷൻ എലമെൻ്റ്, അതായത് നമ്മുടെ നാട്ടിൽ അത് കുറേ ലോക്കൽ എലമെൻസും കൂടെ ബ്ലെൻഡ് ചെയ്ത് അവർ നാട്ടിന് വേണ്ടി എന്താണോ ആ രീതിയിലേക്ക്, എന്നാൽ ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള ഫെസ്റ്റിവൽ. കാരണം ഫ്യൂച്ചർ എന്ന തീമിനെ ബേസ് ചെയ്യും. അതാണ് ചുരുക്കത്തിൽ പറഞ്ഞ സമ്മിറ്റ് ഓഫ് ഫ്യൂച്ചർ. ഒരു കോൺസേർട്ട് വരുമ്പോൾ ആളുകൾ പോകുന്നത് അവിടെ ഒരു സ്റ്റാൻഡിങ് ക്രൗഡാണ്, അതിനൊപ്പം ഇളകി ആടുന്ന, സ്റ്റേജും ഇതും തമ്മിലുള്ള ഒരു അകലമില്ലാതുന്ന ഒരു എക്സ്പീരിയൻസിങ് സ്പേസ് ആയി മാറാറുണ്ട്. ഇത്തവണ അങ്ങനെ ഒരു സെക്കൻഡ് എഡിഷൻ വന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ എക്സ്പീരിയൻസ് ചെയ്യണം, ആളുകൾ കുറച്ചുകൂടി അറ്റൻറ്റീവായി നിൽക്കണം, അല്ലെങ്കിൽ ഒരു ചെയറിൽ വന്നിട്ട് ഇരുന്ന് ഒരു സെഷൻ കേട്ട് പോവുക എന്നുള്ള ഒരു ഒറ്റ കോൺസെപ്റ്റിന് പുറത്തേക്ക് ഇതിനെ കൊണ്ടുവരികയാണല്ലോ ചെയ്യുന്നത്. ഉറപ്പായിട്ടും നമ്മൾ കുറച്ചുകൂടി ഇൻട്രാക്റ്റീവ് ആക്കുക എന്നുള്ള, കാരണം ഇതിനകത്ത് ഏറ്റവും ആളുകളുടെ പാർട്ടിസിപ്പേഷൻ, ഇപ്പം ഗവൺമെൻറ് തന്നെയാണ് നമ്മൾ പറയും സിറ്റിസൺ പാർട്ടിസിപ്പേഷൻ ഇൻ ഫ്യൂച്ചർ. കാരണം ഭാവിയിലേക്ക് ആളുകളുടെ ഒരു പങ്കാളിത്തം ഉറപ്പുവരുത്തുക എന്നുള്ളത് ഗവൺമെൻറ്റിൻ്റെ ചുമതല. പക്ഷെ നമ്മുടെ സമ്മിറ്റിൽ നമ്മൾ ആ ഒരു റെസ്പോൺസിബിലിറ്റി ഏറ്റെടുത്തത്. കാരണം ആർക്കും പറയാമെന്ന് പറയും നമ്മളൊരു ക്യാമ്പയിൻ റൺ ചെയ്തു. കാരണം അവരുടെ വ്യത്യസ്തമായ ഐഡിയകൾ അവർക്ക് പ്രസൻറ്റ് ചെയ്യാം, അതിൽ നിന്ന് നമ്മൾ ചൂസ് ചെയ്യുന്നവർക്ക് നമ്മളൊരു സ്റ്റേജ് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ എല്ലാ സെഷൻസും ഇൻട്രാക്റ്റീവാണ്. ഒരു ലിസണർ എന്നതിലുപരി അവരെങ്ങനെ അത് ജസ്റ്റ് ലിസൺ ചെയ്യുന്നതിനുപരി അവരുടെ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ, ഒരു കോൺട്രിബ്യൂട്ടർ ആവാൻ വേണ്ടിയാണ് നമ്മൾ അവർ ഇൻവൈറ്റ് ചെയ്യുന്നത്. കാരണം ഫ്യൂച്ചർ എന്ന് പറയുന്നത് നമ്മൾ പറയുന്നത് ലെറ്റ്സ് കോ ക്രിയേറ്റ് ഫ്യൂച്ചർ എന്നാണ്. കാരണം ഞങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്ന ഫ്യൂച്ചറോ അല്ലെങ്കിൽ നമ്മൾ എവിടെ നിന്നും കോപ്പി ചെയ്യുന്ന ഫ്യൂച്ചർ അല്ല, ടുഗദർ ഒന്നിച്ച് നമ്മൾ എങ്ങനെ ഒരു ഫ്യൂച്ചർ കോ ക്രിയേറ്റ് ചെയ്യാം. ആ കോ ക്രിയേഷൻ എന്ന് പറയുമ്പോഴാണ് അവിടെ കോൺട്രിബ്യൂഷൻ വരുന്നത്. അപ്പം അതർ ദാൻ ജസ്റ്റ് ബീങ് എ ലിസണർ, ഒരു കോൺട്രിബ്യൂഷൻ എലമെൻറ്റ് നമ്മൾ ഈ ഫെസ്റ്റിവലിലെ എല്ലാ ആസ്പെക്റ്റിലും കൊണ്ടുവരുന്നുണ്ട്. പിന്നെ ഉറപ്പായിട്ടും കോൺസേർട്ട് അങ്ങനെ പോലുള്ള ഇവൻറ്റുകൾ അല്ല, അങ്ങനെയുള്ള എലമെൻറ്റ്സ് നമ്മൾ ആഡ് ചെയ്തിരിക്കുന്നത്. കാരണം നമ്മുടെ ഏറ്റവും ഫ്യൂച്ചറിനെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ നമുക്കൊരു ചെറിയൊരു ആങ്സൈറ്റി വരും. നാളെ അത് നടക്കുമോ, നാളെ മറ്റേ എന്തെങ്കിലും ടെക്നോളജി അഡ്വാൻസ്മെൻറ്റ്, അതിനെക്കുറിച്ച് നമ്മൾ കൂടുതൽ പറയുന്നു, അപ്പോൾ നമ്മുടെ ജോലി പോകുമോ, ഈ ആങ്സൈറ്റിയും എക്സൈറ്റ്മെൻറ്റൊക്കെ ഈ പറയുന്ന അനാവശ്യമായ ടെൻഷനൊക്കെ ഒന്ന് മാറ്റി അവരെ ഒന്ന് ഒരു എന്താ സ്ട്രെസ് ഫ്രീ ആയിട്ടൊന്ന് എൻജോയ് ചെയ്യാനുള്ളൊരു മൂഡ്, അല്ലെങ്കിൽ സ്ട്രെസ് ഫ്രീ ആയിട്ടുള്ള അവരൊക്കെ ഒന്ന് കുറേ സമയം സ്പെൻഡ് ചെയ്യാനുള്ള മൂഡ്, അതാണ് നമ്മൾ ഇങ്ങനെയുള്ള എലമെൻസും കൂടി ഇതിനകത്ത് ഉൾപ്പെടുത്താൻ കാരണം, ഫുഡ് ഉൾപ്പെടുത്താൻ കാരണം. അതുപോലെ തന്നെ ഫെസ്റ്റിവൽ വില്ലേജ് എന്ന് പറയുന്ന നമ്മുടെ ഒരു എലമെൻ്റ് ഉണ്ട് ഈ പ്രാവശ്യത്തെ സമ്മിറ്റിൽ. അത് ഫെസ്റ്റിവൽ വില്ലേജിൽ നമുക്ക് വളരെ നമ്മുടെ പഴയ കാലത്തെ ഇതുപോലെ ഭരതനാട്യം, അതുപോലെ ചവിട്ട് നാടകം പോലുള്ള പഴയ കലാരൂപങ്ങൾ തന്നെ ഒരു പെരുന്നാളിനോ അല്ലെങ്കിൽ അമ്പലത്തിൽ ഉത്സവത്തിനൊക്കെ പോകുന്ന ഒരു നൊസ്റ്റാൾജിക് ഫീല് കിട്ടുന്ന ഒത്തിരി എലമെൻറ്റ്സ് അതിനകത്ത് കൊണ്ടുവരുന്നുണ്ട്. ഒരു സ്റ്റോറി ടെല്ലിങ്, നമ്മളതിന് ഉണ്ണികളെ ഒരു കഥ പറയാം. അപ്പം ഒരു എന്താ പറയുക, നമ്മുടെ നൊസ്റ്റാൾജിക് ആയിട്ടുള്ള മൊമെൻറ്റും കൂടെ നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ നോക്കുന്നുണ്ട്. ഫ്യൂച്ചറിൽ പോകുമ്പോൾ നമ്മുടെ ആ ലെഗസിയും അല്ലെങ്കിൽ നമ്മുടെ ആ ട്രഡീഷനും ഒന്നും കൈവിടാതെ അതും കൂടെ ചേർത്ത് കൊണ്ടുപോകുന്നത് എങ്ങനെയാന്നുള്ള രീതിയിൽ. കൊച്ചി പോലത്തെ ഒരു IT സ്പേസിൽ ഇപ്പം ബാംഗ്ലൂർ ജോലി ചെയ്യാനാണോ കൊച്ചി ജോലി ചെയ്യാനാണോ എന്നൊക്കെ പ്രിഫർ ചെയ്യുമ്പോൾ കൊച്ചി ഒരു സെക്കൻഡ് പ്രയോറിറ്റി ആയിട്ട് ആളുകൾക്ക് ചിലപ്പോൾ മാറുമായിരിക്കും. ഇപ്പോൾ ഈ പറഞ്ഞ എക്സ്പീരിയൻസ് ചെയ്യുക, അല്ലെങ്കിൽ അവരുടെ സംബന്ധിച്ച് അവരുടെ നൈറ്റ് ലൈഫ്, അവരുടെ ഡേ ലൈഫ്, അതിനെ കൂടുതൽ ഈ പറയുന്ന ഒരു സ്ട്രെസ് ബസ്റ്റർ ആയിട്ടുള്ള ആക്ടിവിറ്റീസ് വരിക, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾക്ക് ലിമിറ്റേഷൻ ഉള്ളതായിട്ട് എപ്പോഴും കൊച്ചിയുടെ കാര്യത്തിൽ പറയാറ്. സ്റ്റുഡൻസിൻ്റെ കാര്യത്തിൽ പറയുമ്പോഴും നമ്മൾ നോക്കുവാണെങ്കിൽ അവരെ അറ്റൻറ്റീവ് ആവുക, അല്ലെങ്കിൽ അവർ കുറച്ചുകൂടി പിന്നെ ക്ലാസ്സിൽ അവരുടെ അറ്റൻഷൻ സ്പാൻ അടക്കം ഒരു ഇൻറ്ററാക്റ്റീവ് സെഷനിലടക്കം വരിക എന്നുള്ളത് ഭയങ്കര കുറഞ്ഞൊരു കാലത്താണ് നമ്മൾ സംസാരിക്കുന്നത്. അല്ലെങ്കിൽ ഇവർ അകത്തേക്ക് വരുന്നതിനേക്കാളും പുറത്തേക്ക് പോകാൻ, കേരളത്തിന് പുറത്തേക്ക് പോകാൻ പ്രിഫർ ചെയ്യുന്നിടത്താണ്. ഞാൻ ഒരു യൂണിവേഴ്സിറ്റിക്ക് അകത്ത്
അതെ. ഇത് കൺസീവ് ചെയ്യുന്ന സമയത്ത്. ആ. ഒരു ഗേറ്റഡ് ഇൻഫോ പാർക്ക് പോലത്തെ ഒരു ഗേറ്റഡ് സ്പേസിനകത്തേക്ക് ഇത് കൺസീവ് ചെയ്യുമ്പോൾ അതിൻ്റെ ടാസ്കും അത് മറികടക്കാൻ സാധിക്കുന്നത് എങ്ങനെയാണ്? അല്ല ഇത് പ്രത്യേകിച്ചും വളരെ വാലിഡ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. കാരണം കൊച്ചി ഈ ഫെസ്റ്റിവലിൻ്റെ ഒരു എയിം കൂടെ കൊച്ചി ആസ് എ സിറ്റി ഇതിനെ എക്സ്പോസ് ചെയ്യുക എന്നുള്ളതാണ്. കാരണം നമ്മുടെ ഏറ്റവും നമ്മൾ വളരെ സീരിയസ് ആയിട്ട് ഡിസ്കസ് ചെയ്യുന്ന കാര്യമാണ് നമുക്ക് ഈ ടാലൻറ്റ് പൂൾ ഇവിടെ നിന്ന് പോകുന്നു, അല്ലെങ്കിൽ അവരെ എക്സൈറ്റ് ചെയ്യുന്ന ഒരു കാര്യം കൊച്ചിയിൽ അല്ലെങ്കിൽ നമുക്ക് സ്റ്റേറ്റിൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ള കാര്യം നമ്മുടെ ഒരു 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 പരിധി വരെ ശരിയാണ്. ആ എക്സൈറ്റ്മെൻറ്റ് ക്രിയേറ്റ് ചെയ്യുന്ന പല എലമെൻറ്റ്സ് ആവും, ഫൺ മാത്രമല്ല. അപ്പോൾ നമുക്ക് നല്ലൊരു എക്കോസിസ്റ്റം, നമ്മളൊരു എക്കോസിസ്റ്റം ബിൽഡ് ചെയ്യുക അതിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മളൊരു ഇൻസ്റ്റിറ്റ്യൂഷൻസ് മാത്രം വന്നാൽ ഇവർ നിൽക്കണമെന്നില്ല. കാരണം നമുക്ക് ഒത്തിരി നല്ല യൂണിവേഴ്സിറ്റികളോ അല്ലെങ്കിൽ നല്ല കോളേജുകളോ ഒക്കെ കേരളത്തിലുണ്ട്. എന്തുകൊണ്ട് കുട്ടികൾ പോകുന്നു വെച്ചാൽ എക്കോസിസ്റ്റം ഡെവലപ്ഡ് ആവാത്തതുകൊണ്ടാണ്. കാരണം നമുക്കതിനകത്ത് ഫണ്ടും എൻ്റർടൈൻമെൻറ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ അവർക്ക് വേണ്ടിയുള്ള കൺഡ്യൂസീവ് ആയിട്ടുള്ളൊരു എൻവയോൺമെൻറ്റ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുക, അല്ലെങ്കിൽ അവർക്ക് എന്താ പറയുക, നമ്മുടെ റൈറ്റ് ഫ്രം നമ്മുടെ റോട്ടിലെ ട്രാഫിക് മുതൽ, അല്ലെങ്കിൽ നമ്മുടെ ക്ലൈമറ്റ് മുതൽ, നമ്മുടെ ഫുഡ് മുതൽ അവർക്കുള്ളൊരു സ്പേസ്, ഒരു പബ്ലിക് സ്പേസ്. ഇപ്പോൾ ബാംഗ്ലൂർ ചെല്ലുവാണെങ്കിൽ നമുക്ക് നല്ല പാർക്കുകൾ ഒത്തിരിയുണ്ട്, അല്ലേ? കൊച്ചിയിൽ നമുക്ക് ആകെ പറയാവുന്ന എത്ര പാർക്കുകളുണ്ട്? അല്ലെങ്കിൽ നമുക്കൊരു പോകാൻ പറ്റിയ സ്ഥലം, കൊച്ചി എന്ന സിറ്റി ഇനി പുറത്തേക്ക് ഡെവലപ്പ് ചെയ്യണം. നമുക്കിനി ഉള്ളിൽ തിയേറ്ററിനും മാളിനും പുറത്ത് എങ്ങനെ നിങ്ങൾ സമയം സ്പെൻഡ് ചെയ്യുന്ന ചോദിക്കുമ്പോൾ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഇല്ല. പിന്നെ ഈ ഒരു നമ്മുടെ ഒരു എന്താ മറ്റുള്ള മെട്രോ കൾച്ചർ എന്ന് പറയുന്നത് ആരെയും ബോദർ ചെയ്യാത്തൊരു കൾച്ചറാണ്. നമ്മളെന്ന് പറയുമ്പോൾ മറ്റുള്ളവനെ നമ്മുടെ കൾച്ചറൽ ഷിഫ്റ്റ് നമുക്ക് ഇന്ന് ഇമ്പോർട്ടൻ്റാണ്. കാരണം ബാക്കിയുള്ളവരുടെ കാര്യത്തിൽ അനാവശ്യം ഇടപെടാത്ത ഒരു കൾച്ചറൽ ഷിഫ്റ്റ് ബാക്കിയുള്ള സിറ്റികളിലുണ്ട്. പക്ഷേ കൊച്ചിയിൽ ഷിഫ്റ്റ് ഇല്ല. കാരണം മലയാളി എപ്പോഴും മറ്റുള്ളവരുടെ കാര്യത്തിൽ അനാവശ്യ ടെൻഷനുണ്ട്. എൻ്റെ കാര്യത്തെക്കാളും കൂടുതൽ ടെൻഷനാണ് എനിക്ക് മറ്റുള്ളവരുടെ കാര്യത്തിൽ. അപ്പോൾ ആ ഒരു കൾച്ചറൽ ഷിഫ്റ്റ്, കാരണം ഈ പുതിയ ജനറേഷൻ അതൊന്നും ബോധമില്ല. പുതിയ ജനറേഷന് വേണ്ട കാര്യങ്ങൾ, അതായത് ഈ കൾച്ചറൽ ഷിഫ്റ്റ് മാത്രമല്ല, ഈ പറയുന്ന സ്പേസുകൾ, അല്ലെങ്കിൽ ഈ പറയുന്ന കൺഡ്യൂസീവ് ആയിട്ടുള്ള എൻവയോൺമെൻറ്റ് എക്കോസിസ്റ്റം ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഒരു വൈഡർ വിഷൻ. അതുപോലെ തന്നെ യൂണിവേഴ്സിറ്റിക്കകത്ത് ഇത് പ്ലാൻ ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞാൽ നമ്മൾ യൂണിവേഴ്സിറ്റിയെ പൊസിഷൻ ചെയ്യുന്നത് തന്നെ നമ്മളൊരു പീപ്പിൾസ് യൂണിവേഴ്സിറ്റി ആയിട്ടാണ്. കാരണം നമ്മൾ ഒരിക്കലും എസ്പെഷ്യലി കേരളത്തിൽ നമ്മൾ സ്റ്റാർട്ടപ്പ്സുകൾക്ക് ഫോക്കസ് കൊടുക്കുമ്പോൾ നമ്മൾ എപ്പോഴും കൊടുക്കുന്ന ഫോക്കസ് IT ബേസ്ഡ് സ്റ്റാർട്ടപ്പുകൾ. അതാണ് സ്റ്റാർട്ടപ്പ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം സ്റ്റാർട്ടപ്പ് എന്ന് പറയുന്നത് IT ബേസ്ഡ് ആയിരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും ഇൻവെൻഷൻ, അല്ലെങ്കിൽ സയൻസ് ബേസ്ഡ് ആയിരിക്കും. പക്ഷേ നമ്മളൊരു സോഷ്യൽ ഇന്നോവേഷൻ ഒരിക്കലും നമ്മൾ ഫോക്കസ് ചെയ്യുന്നില്ല. അപ്പോൾ സോഷ്യൽ ഇന്നോവേഷനെ ഫോക്കസ് ചെയ്തുകൊണ്ട് സൊസൈറ്റിയുടെ പ്രോബ്ലംസിനെ എങ്ങനെ കുട്ടികളെ കൊണ്ട് അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റിയിൽ സൊല്യൂഷൻ കണ്ടുപിടിക്കാം, യൂണിവേഴ്സിറ്റിയും സൊസൈറ്റിയും എങ്ങനെ ഒന്നിച്ച് വർക്ക് ചെയ്യാം, പല നല്ല സൊല്യൂഷൻസും പല പ്രോബ്ലംസിനും കോവിഡ് വാക്സിൻ വരെ വന്ന യൂണിവേഴ്സിറ്റിയിൽ. അപ്പോൾ അങ്ങനെ പല കാര്യങ്ങളും യൂണിവേഴ്സിറ്റികളിൽ നിന്ന് എങ്ങനെ സൊല്യൂഷൻ കണ്ടുപിടിക്കാം. അതുപോലെ ഒരു നേഷൻ ബിൽഡിംഗ് അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റ് ബിൽഡ് ചെയ്യുമ്പോൾ നമ്മൾ റീബിൽഡ് ചെയ്യാവുന്ന കുട്ടികൾ റീബിൽഡ് ചെയ്യുന്ന പ്രോസസ്സിൽ എങ്ങനെ ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഒരു പബ്ലിക്കിനെ അതിൽ കൊണ്ടുവരുന്ന കാര്യത്തിൽ, കോർഡിനേറ്റ് ചെയ്യുന്ന കാര്യത്തിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ എങ്ങനെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. ഇതൊക്കെയാണ് നമ്മുടെ യൂണിവേഴ്സിറ്റിയുടെ ഭാഗമായിട്ട് നമ്മൾ ചിന്തിക്കുന്നത്, നമ്മുടെ ഫിലോസഫിയും നമ്മുടെ തോട്ട് പ്രോസസ്സും. ഈ തോട്ട് പ്രോസസ്സും ഫിലോസഫിയാണ് നമ്മൾ ഈ ആർട്ടിക്കുലേറ്റ് ചെയ്യുകയാണ് നമ്മൾ ഈ ഫെസ്റ്റിവലിലൂടെ, അല്ലെങ്കിൽ സമ്മിറ്റ് ഓഫ് ഫ്യൂച്ചർ. കാരണം സമ്മിറ്റ് ഓഫ് ഫ്യൂച്ചർ ജസ്റ്റ് ഒരു എന്താ പറയുന്ന ഒരു ഉത്സവമോ ഒരു ഫെസ്റ്റിവലോ ആയിട്ട് മാത്രം ഒതുങ്ങി നിൽക്കാതെ അതിൽ നിന്ന് നമുക്കൊരു ആക്ഷൻ ഓറിയൻറ്റഡ് ആയിട്ടുള്ള ആക്ഷൻ പ്ലാൻ, പല കാര്യങ്ങളും നമ്മൾ കഴിഞ്ഞ സമ്മിറ്റിൽ നിന്ന് സമ്മിറ്റ് വരെ ഒരു എഡിഷൻ കഴിയുന്ന സമയത്ത് അവിടെ ഒരു ടേക്ക് അവേ ഉണ്ടാവില്ല. ചിലപ്പോൾ ഒരു R&Dയിലേക്ക് പോകാവുന്ന കുറേ കാര്യങ്ങൾ, അല്ലെങ്കിൽ ഫ്യൂച്ചറിൽ ഇപ്പോൾ ഒരു സ്റ്റേറ്റുമായി ബന്ധപ്പെട്ട് അവിടെ കൊളാബറേറ്റീവായിട്ട് ചെയ്തെടുക്കാവുന്ന കാര്യങ്ങൾ, അങ്ങനെ പലതരത്തിൽ ഇപ്പം ഈ പറഞ്ഞ ഇക്കോസിസ്റ്റം ബിൽഡ് ചെയ്യാന്ന് പറയുന്നത് ഒരു കളക്റ്റീവ് എഫേർട്ടാണല്ലോ. അതിലേക്ക് സെറ്റപ്പ് ചെയ്യാൻ പറ്റുന്ന പല കാര്യങ്ങൾ, അതിൻ്റെ ഒരു തുടർച്ച എങ്ങനെയാണ് ഉണ്ടാകുന്നത്? ഒരു ഫസ്റ്റ് എഡിഷൻ കഴിഞ്ഞിട്ട് സെക്കൻഡ് എഡിഷനിലേക്ക് വരുന്ന സമയത്ത് എന്താണ് അതിലൂടെ? അതെ. അപ്പോൾ ഞാൻ എപ്പോഴും പറയും, നമ്മളൊരു ഉത്സവ കമ്മിറ്റി മാത്രമായിട്ട് നിൽക്കാതെ, കാരണം ഒരു ഫെസ്റ്റിവൽ എന്ന് പറയുന്നത് ഇത് ബേസിക്കലി എന്താ പറയുക, ഇതൊരു കറൻസി പ്ലേ മാത്രമാവാതെ, കാരണം ഇതെന്ന് പറയുന്ന കുറേ ഉറപ്പായിട്ടും നല്ല ഐഡിയ മാത്രമല്ല, ഇറ്റ്സ് എ ലോട്ട് ഓഫ് കറൻസി ഇൻഫ്യൂഷൻ. അത് മാത്രമായിട്ട് മാറി നിൽക്കാതെ ഇതിനൊരു ഇമ്പാക്റ്റ് ഇൻഡെക്സ് വേണം. എന്താണ് ഈ ഫെസ്റ്റിവലിൽ നിന്ന് നമ്മുടെ ഉണ്ടാക്കിയ ടാഞ്ചിബിൾ ഇമ്പാക്റ്റ്, അല്ലെങ്കിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്ത ടാഞ്ചിബിൾ ഇമ്പാക്റ്റ്. ഇപ്പോൾ കഴിഞ്ഞ ഫെസ്റ്റിവലിൽ നിന്ന് നമ്മൾ എടുത്ത ടേക്ക് അവേസ്, നമ്മൾ ഫ്യൂച്ചർ കേരള മിഷൻ എന്ന് പറയുന്ന ഒരു ഓർഗനൈസേഷൻ, ഒരു അമ്പല ഓർഗനൈസേഷൻ എന്ന് പറയാൻ പറ്റില്ല, ഒരു മൂവ്മെൻറ്റ്. ഇറ്റ്സ് നോട്ട് ആൻ ഓർഗനൈസേഷൻ, ഇറ്റ്സ് എ മൂവ്മെൻറ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്തു. അത് ലീഡ് ചെയ്യാൻ നമ്മൾ വിനു സാറിൻ്റെ ലീഡർഷിപ്പ് കൊണ്ടുവന്നു. അതിനുശേഷം നമ്മൾ കുറേ സോഷ്യലി റെലവൻ്റ് ആയിട്ടുള്ള ഈ സോഷ്യൽ ഇന്നോവേഷനാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. ആ സോഷ്യലി റെലവൻ്റ് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ, അതായത് നമ്മൾ ഈ ഫ്യൂച്ചർ കേരള മിഷൻ 4 പില്ലേഴ്സ്: എഡ്യൂക്കേഷൻ, ഓൺടർപ്രണർഷിപ്പ്, യൂത്ത് എംപവർമെൻറ്റ്, അതുപോലെ തന്നെ ക്വാളിറ്റി ഓഫ് ലൈഫ്. അങ്ങനെ കേരളത്തിനെ എങ്ങനെ ഒരു ബെറ്റർ പ്ലേസ് ടു ലീവായിട്ട് മാറ്റാം, എലിവേറ്റ് ചെയ്യാം എന്നൊരു കോൺസെപ്റ്റിലാണ് ഇത് നമ്മൾ ബിൽഡ് ചെയ്യാൻ കാരണം. ഈ മൂവ്മെൻറ്റ് തന്നെ ബിൽഡ് ചെയ്യാൻ കാരണം. അപ്പോൾ അതിനകത്ത് നമ്മൾ കുറേ എലമെൻറ്റ്സ്, കഴിഞ്ഞ വർഷം നമ്മൾ എടുത്ത എലമെൻറ്റ്സ് ഒന്നെന്ന് പറഞ്ഞാൽ ഈ കേരളം ഫേസ് ചെയ്യുന്ന വാട്ടർ ഹാസിൻഡ്, കുളവാഴയുടെ ഒരു പ്രശ്നമുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ നമ്മൾ ഒരു സൊല്യൂഷൻ
സൊല്യൂഷൻ നമുക്കൊരു സസ്റ്റൈനബിൾ ആയിട്ട് സൊല്യൂഷൻ ഇവിടെ ഇല്ല. അപ്പോൾ നമുക്കതിന് ഒരു സൊല്യൂഷൻ അല്ലെങ്കിൽ ഒരു പോളിസി റെക്കമെൻഡേഷൻ കൊടുക്കുക, ഒരു കൺസൾട്ടൻസി നമ്മൾ പ്രോപ്പർ റിസർച്ച് നടത്തി ഒരു കൺസൾട്ടൻസി ഡോക്യുമെൻറ്റേഷൻ, നമ്മൾ പല ബെസ്റ്റ് പ്രാക്ടീസ് ഫ്രം അതർ പാർട്സ് ഓഫ് ദ വേൾഡ് അതെല്ലാം നമ്മൾ കളക്ട് ചെയ്ത് നമ്മുടെ 3 പൊളിറ്റിക്കൽ അലയൻസസിനും നമ്മളത് സബ്മിറ്റ് ചെയ്തു. ഇപ്പം അതിൽ അവരുടെ തന്നെ ഇലക്ഷൻ മാനിഫെസ്റ്റോയിൽ ഉൾപ്പെടുത്താൻ, അപ്പം അങ്ങനെയുള്ള ചേഞ്ച് എങ്ങനെ യൂണിവേഴ്സിറ്റി ഉണ്ട്, കാരണം ഈ ബേസിക്കലി ഒരു ഗവൺമെൻറ്റിൽ ചേഞ്ച് കൊടുക്കേണ്ടത് ഒരു കോൺട്രിബ്യൂഷൻ സിറ്റിസൻ്റെ ഭാഗത്ത് നിന്ന് എങ്ങനെ ഉണ്ടാകാം എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ആ ഒരു എലമെൻറ്റ്, പിന്നെ നമ്മൾ ആർട്ട് എങ്ങനെ സോഷ്യൽ ട്രാൻസ്ഫോർമേഷന് ഉപയോഗിക്കാവുന്ന രീതിയിൽ നമ്മൾ മല്ലിക സാരാഭായിട്ട് ചേർന്ന് നമ്മളൊരു വർക്ക്ഷോപ്പ് സീരീസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ വേസ്റ്റ് വാട്ട് എന്ന് പറഞ്ഞ് നമ്മൾ കളയുന്ന പല വേസ്റ്റ് മെറ്റീരിയലിൽ നിന്നും ആർട്ട് ഇൻസ്റ്റലേഷൻസ്, ഇപ്പോൾ കൊച്ചി കോർപ്പറേഷനിൽ 100 ഇൻസ്റ്റലേഷൻസ് ചെയ്യാൻ വേണ്ടി നമ്മളിപ്പോൾ 2 ഓൾറെഡി ചെയ്ത് കഴിഞ്ഞു. അങ്ങനൊരു കാര്യം നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. പിന്നെ നമ്മൾ ബി ഹാപ്പി എന്ന് പറയുന്നത്, അപ്പോൾ ഞാൻ ആ യൂത്തിൻ്റെ ഒരു കാര്യം പറയുന്നില്ല, നമ്മൾ ഏറ്റവും കൂടുതൽ ക്വാളിറ്റി ഓഫ് ലൈഫ് കണക്ട് ചെയ്ത് നമ്മളിപ്പം ഏറ്റവും കൂടുതൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഡ്രഗ്സ് ആണ്. ഡ്രഗ്സിനേക്കാളും പ്രശ്നമാണ് മെൻ്റൽ സ്ട്രെസ്സും അവരുടെ ഹാപ്പിനെസ്സും. അപ്പോൾ നമ്മളൊരു ഹാപ്പിനെസ് ഇൻഡെക്സ് എങ്ങനെയാണ്, ഇപ്പോൾ ഇൻഫോ പാർക്ക് പ്ലേസ് എടുക്കുവാണ്, ഇത്രയും 60,000 പേര് ജോലി ചെയ്യുന്നുണ്ട്, അവരുടെ ഹാപ്പിനെസ് ഇൻഡെക്സ് എന്താണ്, അവരിപ്പോൾ രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ട്രാഫിക് അവർ എത്ര ബോധർ ചെയ്യുന്നുണ്ട്, റോഡ് അല്ലെങ്കിൽ വർക്ക് പ്ലേസിൽ സ്ട്രെസ് എന്താണ്, അല്ലെങ്കിൽ അവരൊരു സ്ഥലത്ത് പോകുമ്പോൾ അവരുടെ എക്സ്പീരിയൻസ് എന്താണ്. അപ്പോൾ അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ വെച്ച് നമ്മളൊരു ഹാപ്പിനെസ് ഇൻഡെക്സ് ബി ഹാപ്പി എന്ന് പറയുന്നൊരു പ്രൊജക്റ്റ് നമ്മൾ അതിൻ്റെ ഒരു പ്ലാനിങ് സ്റ്റേജിലാണ്. അതുപോലെ തന്നെ നമ്മൾ വേണ്ട എന്ന് പറഞ്ഞ് ശ്രീ ഹൈബിയുടെ എം പിയായിട്ട് ചേർന്നൊരു ഡ്രഗ്സ് ഫ്രീ അല്ലെങ്കിൽ ഒരു സേഫ് വില്ലേജ് എന്ന് പറയുന്ന കോൺസെപ്റ്റ്, അത് കൊച്ചി കോർപ്പറേഷനിലെ മുനിസിപ്പാലിറ്റികളെയും പഞ്ചായത്തുകളെയും ഒരു സേഫ് വില്ലേജ് ആയിട്ട് നമ്മൾ 5 വർഷം കൊണ്ട് ഒരു പ്രോസസ് ഓറിയൻറ്റഡ് ആയിട്ട് സർട്ടിഫൈ ചെയ്യുന്ന ഒരു കോൺസെപ്റ്റ്. അങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റി. അപ്പോൾ ഈ സമ്മിറ്റ് വരുമ്പോൾ നമുക്ക് കുറച്ച് കാര്യങ്ങൾ കാണിച്ചു കൊടുക്കാൻ, അല്ലെങ്കിൽ നമുക്ക് കുറച്ച് ടാൻജിബിളായിട്ട് കാണിച്ചു കൊടുക്കാൻ പറ്റിയ ഒരു പ്രോഗ്രസ് കാർഡ് നമുക്കുണ്ട്. അടുത്ത സമ്മിറ്റിലേക്ക് പോകുമ്പം ഇത് കുറച്ചും കൂടി ജനകീയമാകുമ്പോൾ നമുക്ക് ഒത്തിരി ഐഡിയാസ് ആളുകളിൽ നിന്ന് കിട്ടുന്നുണ്ട്, അവരുടെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. അതിനെ ബേസ് ചെയ്ത് നമ്മൾ അടുത്തൊരു ആക്ഷൻ പ്ലാൻ ഉണ്ടാക്കി നമ്മളെങ്ങനെ ഈ സ്റ്റേറ്റിനെ കോൺട്രിബ്യൂട്ട് ചെയ്യുക, ആസ് എ യൂണിവേഴ്സിറ്റി ഈ ഒരു ഫെസ്റ്റിവൽ മാത്രം നടത്താതെ എങ്ങനെ നമ്മൾ ഈ ഫ്യൂച്ചർ ക്രിയേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ എങ്ങനെയൊക്കെ സൊല്യൂഷൻസ്, എന്തൊക്കെ പ്രശ്നങ്ങളിൽ നമുക്ക് ഇൻവോൾവ് ചെയ്യാൻ പറ്റും, എന്തൊക്കെ സൊല്യൂഷൻ കൊണ്ടുവരാൻ പറ്റുമെന്നാണ് നമ്മളെപ്പോഴും നോക്കുന്നത്. നമ്മുടെ ഈ കമ്മിറ്റ്മെൻറ്റ് എങ്ങനെ ബോൾഡായിട്ട് ഡെമോൺസ്ട്രേറ്റ് ചെയ്യാൻ പറ്റും, ഒരു ടാൻജിബിളായിട്ട് ഡെമോൺസ്ട്രേറ്റ് ചെയ്യാൻ പറ്റിയ എലമെൻറ്റ്സ് പിക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ നോക്കുന്നുണ്ട്. പിന്നെ പ്രത്യേകിച്ചും യൂണിവേഴ്സിറ്റിയെ സംബന്ധിച്ചിടത്തോളം ഇത് ആദ്യം നമ്മൾ ചോദിച്ച ചോദ്യത്തിലൊരു ഞാനൊരു വിട്ടുപോയൊരു കാര്യമുണ്ട്. കാരണം ഒരു യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് ഇപ്പോൾ പഠിക്കാൻ വേണ്ടി ആരും ക്യാമ്പസിൽ പോകണ്ട, നമുക്ക് പഠിക്കാൻ വേണ്ടി എല്ലാ കാര്യങ്ങളും നമ്മുടെ ഡിവൈസിലുണ്ട്. യൂണിവേഴ്സിറ്റി ഡിഗ്രി ഇനി ഒരു 10 വർഷം കഴിയുമ്പോൾ, ഇപ്പോൾ ഇന്നലെ കഴിഞ്ഞ ദിവസമാണ് എനിക്കൊന്ന് സോഹോയുടെ ശ്രീധർ വെമ്പൂൻ്റെ ഒരു ട്വീറ്റ് ഉണ്ടായിരുന്നു. കാരണം ഡിഗ്രി വേണ്ട സോഹോയിൽ അപ്ലൈ ചെയ്യാം. പണ്ട് നമുക്ക് ബേസിക് എലിജിബിലിറ്റി ഏത് ജോലിക്ക് അപ്ലൈ ചെയ്യാൻ ഡിഗ്രി ആയിരുന്നു. നിങ്ങൾക്ക് സ്കിൽസ് ഉണ്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് അത് പ്രൂവ് ചെയ്യാൻ പറ്റുന്നുണ്ടോ, ആസ് ലോങ് ആസ് യു ആർ കോൺട്രിബ്യൂട്ടിങ് ടു ദി ഓർഗനൈസേഷൻ യു ആർ ടേക്കൺ, അല്ലെങ്കിൽ നീ ആ ഒരു രീതിയിലേക്ക്, ആ ഒരു അപ്രോച്ചിലേക്ക് ഓർഗനൈസേഷൻസ് മാറിക്കഴിഞ്ഞു. അപ്പോൾ 4 വർഷം 5 വർഷം കോളേജിൽ പോയി സമയം കളയാൻ, ഡിഗ്രിക്ക് വേണ്ടി സമയം കളയാൻ വേണ്ടി കുട്ടികളുണ്ടാവില്ല. ആ ഒരു 10 വർഷം 15 വർഷം ഡൗൺ ലൈനിൽ അതായിരിക്കും. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളൊരു ഡിഗ്രി അവാർഡിങ് സ്പേസിൽ അല്ലെങ്കിൽ ഡിഗ്രി അവാർഡിങ് ബിസിനസ്സിൽ എക്സിസ്റ്റ് ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നില്ല. നമ്മൾ ബെറ്റർ എക്സ്പീരിയൻസ് കൊടുക്കുന്ന സ്പേസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് നോക്കുന്നത്. ആ ബെറ്റർ എക്സ്പീരിയൻസ് ആയിരിക്കും ഇനി ഏത് കാര്യം എടുത്തു, ഏത് ബിസിനസ് എടുത്തു. എഡ്യൂക്കേഷൻ മാത്രമല്ല, യു ടേക്ക് എനി ബിസിനസ്, യു ടേക്ക് എ സിനിമ ഓർ റെസ്റ്റോറൻറ്റ്, എന്ത് ആസ്പെക്ട് എടുത്താലും ബെറ്റർ എക്സ്പീരിയൻസ് സെല് ചെയ്യുന്നിടത്ത് മാത്രമാണ് അവിടെയാണ് ആളുകളുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു സ്പേസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് നോക്കുന്നത്. അപ്പോൾ നമ്മുടെ ഓരോ ആക്ടിവിറ്റിയും ഫെസ്റ്റിവലും അല്ലെങ്കിൽ നമ്മളെടുക്കുന്ന ഇഷ്യൂസും അല്ലെങ്കിൽ നമ്മളുടെ ഒരു എക്സ്പീരിയൻഷ്യൽ ലേണിങ്ങിന് കുട്ടികൾക്ക് ഒരു എക്സ്പോഷർ കൊടുത്തുകൊണ്ട് ഒരു ക്ലാസ് റൂമിൽ ഇത് പഠിക്കാൻ പറ്റില്ല. ആ ഒരു അപ്രോച്ചിലേക്കാണ് നമ്മൾ ഈ ഫെസ്റ്റിവൽ നമ്മുടെ അക്കാഡമിക് ഓറിയൻറ്റേഷനുമായിട്ട് അല്ലെങ്കിൽ അക്കാഡമിക് പ്രോസസ്സുമായിട്ട് ബ്ലെൻഡ് ചെയ്തിരിക്കുന്നത്. അത് മാത്രമല്ല നമ്മുടെ ഡേ ടു ഡേ ബിസിനസ്സുമായിട്ട് ബ്ലെൻഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ഫെസ്റ്റിവൽ വില്ലേജിലാണ്. ഫ്യൂച്ചർ സമ്മിറ്റ് ഇല്ലെങ്കിൽ തന്നെ ഇതൊരു ആക്ടിവിറ്റി സെൻ്ററാണ്. പൊതുവെയുള്ള ഇപ്പം ഞാനടക്കമുള്ളവരുടെ ഒരു സംശയമാണ്, ഇപ്പം ജെൻ ആൽഫ എന്നൊക്കെ അടങ്ങുന്ന ആളുകൾ, അവർ അറ്റൻറ്റീവായിട്ട് ഇത്തരം കാര്യങ്ങൾക്ക് ഇരിക്കുമോ, അല്ലെങ്കിൽ ക്ലാസ്സിനകത്തും പുറത്തൊക്കെ അറ്റൻറ്റീവായിട്ട് ഇരിക്കുമോ? അവരുടെ അറ്റൻഷൻ സ്പാൻ എന്ന് പറയുന്ന ഒരു വളരെ സംഗതിയുണ്ട്. ശരിക്കും ഇപ്പോൾ ഒരു ഇതിൻ്റെ ജെയിൻ യൂണിവേഴ്സിറ്റിയുടെ ഇന്നൊവേഷൻ പാർട്ട് ഹെഡ് ചെയ്യുന്ന അതിൻ്റെ ഒരു ഡയറക്ടർ എന്നുള്ള രീതിയിലും ഇവിടുത്തെ ക്യാമ്പസിന് ലീഡ് ചെയ്യുന്ന ആൾ എന്നുള്ള രീതിയിലും എങ്ങനെയാണ് അതിനുള്ളൊരു പരിഹാരം എന്നുള്ള രീതിയിൽ നിങ്ങൾ എന്താണ് കൺസീവ് ചെയ്തിരിക്കുന്നത്? എന്താണ് അവിടെ വന്ന ചേഞ്ച് എന്താ? അല്ല, അത് അറ്റൻഷൻ സ്പാൻ വളരെ കറക്റ്റാണ്. കാരണം അവരുടെ അറ്റൻഷൻ ഒരു 45 മിനിറ്റ്സിൽ 1 അവർ നീണ്ടു നിൽക്കുന്ന ഒരു ക്ലാസ്സിൽ ഹോൾഡ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ അവർക്ക് വേണ്ട രീതിയിൽ അത് ഹാൻഡിൽ ചെയ്യുക എന്നുള്ളതാണ്. കാരണം നമ്മുടെ രീതിയിലേക്ക് അവർ വരില്ല. കാരണം നമ്മൾ
പണ്ടൊരു സ്കൂളിലെ ക്ലാസ്സിൽ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ടീച്ചർ പറയുന്നത് മാത്രം കേട്ടിരിക്കാനേ പറ്റുള്ളൂ. അതൊന്ന് വാലിഡേറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ലൈബ്രറി മാത്രമേ അവൈലബിൾ ഉള്ളൂ. ഇന്ന് നമ്മൾ പറയുന്ന കാര്യം 60 പേരുടെ ക്ലാസ്സിലേക്ക് ചെന്നാൽ നമ്മൾ പറയുന്ന കാര്യങ്ങൾ വിത്തിൻ സെക്കൻഡ്സിനുള്ളിൽ വാലിഡേറ്റ് ചെയ്യാൻ പറ്റിയ ഡിവൈസുകൾ എല്ലാ സ്റ്റുഡൻസിൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ ഒരിക്കലും അത്രയും പ്രിപ്പറേഷനോടുകൂടി മാത്രമേ ക്ലാസ്സിൽ പോകാൻ പറ്റുള്ളൂ. അപ്പോൾ അറിവിനേക്കാളുപരി അതെങ്ങനെ നമ്മൾ എന്താ ഡെലിവറി ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടൻറ്റ്. ഡെലിവറി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം അതിനകത്ത് നമ്മളിപ്പോൾ ഒരു ബ്രാൻഡ് സ്റ്റോറി പറയുന്നു. ഒരു ബ്രാൻഡ് സ്റ്റോറി ഇപ്പോൾ ഒരു ഏതെങ്കിലും ഒരു ബ്രാൻഡിനെ കുറിച്ചുള്ള സ്റ്റോറി, ബ്രാൻഡിങ്ങിൻ്റെ ക്ലാസ് ആണെന്ന് വിചാരിക്കും, ബ്രാൻഡിങ് അഡ്വർടൈസ്. അപ്പോൾ നമ്മൾ അതിനകത്ത് അവരോട് തന്നെ അവർക്ക് ഇഷ്ടമുള്ള ഒരു ബ്രാൻഡിനെ കുറിച്ച് സംസാരിപ്പിക്കുന്നു. അത് ചിലപ്പം എന്താ ഒരു ഷർട്ടിൻ്റെ ബ്രാൻഡ് ആയിരിക്കാം, ഷൂ ബ്രാൻഡ് ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു വാച്ച് ആയിരിക്കാം, ഇല്ലെങ്കിൽ അത് അവർ ഫോളോ ചെയ്യുന്ന വേറെ ബ്രാൻഡുകളായിരിക്കാം, ചിലപ്പോൾ ലിക്ക ബ്രാൻഡ് ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു സിഗരറ്റ് ആയിരിക്കാം. അപ്പോൾ ആ ഒരു സ്റ്റോറി, അതിൻ്റെ ഒരു എന്താ പറയുക എവല്യൂഷൻ, അല്ലെങ്കിൽ അതിൻ്റെ പൊസിഷനിങ്, പ്രസൻറ്റേഷൻ അവരെ കൊണ്ട് തന്നെ ചെയ്യിപ്പിക്കുമ്പോൾ ആ ക്ലാസ് കുറച്ചും കൂടി എൻഗേജ്ഡ് ആക്കുക. എങ്ങനെ അവരെ മീനിങ് ഫുൾ ആയിട്ട് എൻഗേജ് ചെയ്യുക എന്നുള്ളതാണ് ഇന്നത്തെ എഡ്യൂക്കേഷൻ്റെ ഒരു ഗെയിം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആർട്ട് എന്ന് പറഞ്ഞാൽ. അപ്പം ആ ആർട്ടിലേക്ക് ടീച്ചേഴ്സിനെ എത്തിക്കുക എന്നുള്ളതാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. കാരണം എങ്ങനെ നമ്മളൊരു ക്ലാസ്സിലൊരു കോൺസെപ്റ്റ്, അത് ഏത് സബ്ജക്റ്റ് ആയിക്കോട്ടെ, ബിസിനസ് ആയിക്കോട്ടെ, IT ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഫോറൻസിക് സയൻസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഡിസൈൻ ആയിക്കോട്ടെ, നമ്മൾ ആ ഒരു സബ്ജക്റ്റ് കൊടുത്തു കഴിയുമ്പോൾ അതെങ്ങനെ നമ്മൾ ഡെലിവറി ചെയ്യുന്ന രീതിയിൽ മീനിങ് ഫുൾ ആയിട്ട് അവരെ എൻഗേജ് ചെയ്യാവുന്ന രീതിയിൽ അതെങ്ങനെ ഡെലിവറി ചെയ്യാം, അല്ലെങ്കിൽ അവരെ കൊണ്ട് തന്നെ ചെയ്യിപ്പിച്ച ഒരു ഒരു റാദർ ദാൻ ടീച്ചർ മാത്രം എന്ന് പറയുന്നതിനുപരി ആ ഒരു സ്റ്റൈലിലേക്ക് ക്ലാസ്സുകൾ മാറിയാൽ മാത്രമേ അവർ 1 അവർ പിടിച്ചു നിർത്താൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഒരിക്കലും 1 അവർ അവരെ പിടിച്ചു നിർത്താൻ നമുക്ക് അവരുടെ അറ്റൻഷൻ നമുക്ക് ഹോൾഡ് ചെയ്യാൻ ഒരിക്കലും പറ്റില്ല. അതാണ് നമ്മൾ ഫോളോ ചെയ്യുന്ന ഒരു മെത്തേഡും. കാരണം കൂടുതലും കേസ് സ്റ്റഡീസ് കൊണ്ടുവരിക, അല്ലെങ്കിൽ കൂടുതലും പ്രാക്ടിക്കലി അവരുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്ന എലമെന്റ്സ് കൊണ്ടുവരിക. എസ്പെഷ്യലി ഇപ്പോൾ ജെൻസി അല്ലെങ്കിൽ ഇപ്പോൾ ജെൻ ആൽഫയൊക്കെ ക്ലാസ്സിൽ വന്ന് തുടങ്ങുന്നേ ഉള്ളൂ. അല്ലെങ്കിൽ ജെൻസി ക്രൗഡിനെ സംബന്ധിച്ചിടത്തോളം നമ്മളൊരു സ്ഥലത്ത് ചെല്ലുമ്പോഴാണ് നമ്മൾ എന്തുമാത്രം ഡിസ്കണക്റ്റഡ് ആണെന്ന് മനസ്സിലാക്കുന്നത്. അവരുടെ ലാംഗ്വേജും അവരുടെ വേൾഡും വ്യത്യസ്തമാണ്. ഞാനിപ്പോൾ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി ഒരു അടുത്തിടെ ഒരു പഠിത്തം നടത്തി. ഇപ്പം ജെൻസി ഉപയോഗിക്കുന്ന വേർഡ്സിനെ കുറിച്ച് അതിപ്പം ഒരു അടുത്തിടെ അത് പബ്ലിഷ് ചെയ്യുന്നുണ്ട്. അപ്പം അങ്ങനെയുള്ള വേർഡ്സ് ഇപ്പം ടീച്ചേഴ്സ് തന്നെ അത് പഠിച്ചിരിക്കണം. എന്നാൽ മാത്രമേ അവരെ ഒന്ന് പെട്ടെന്ന് നമ്മൾ ശ്രദ്ധ മാറുമ്പോഴായിരിക്കും പെട്ടെന്ന് ഒരു വേർഡ് കേൾക്കുന്നത്. പെട്ടെന്ന് അവർ ശ്രദ്ധിക്കും, അവർ ചിരിക്കും, ക്ലാസ്സിലൊരു കോൺവെർസേഷൻ ഉണ്ടാവും. പിന്നെ വി ക്യാൻ ഗെറ്റ് ദം ബാക്ക് ടു ദി ട്രാക്ക്. അങ്ങനെ ഒരു ഒരു മോഡിലേക്ക് മാറിയാൽ മാത്രമേ നമുക്ക് ഈ ക്ലാസ് അല്ലെങ്കിൽ അവരെ എഫക്റ്റീവായിട്ട് എൻഗേജ് ചെയ്യിക്കാനും പിന്നെ കൂടുതൽ എക്സ്പീരിയൻസിന് ഫോക്കസ് ചെയ്യുക. കാരണം ഈ ഒരു പാർക്ക് നമ്മളിതിനെ പറയുന്നത് ഹൈഡ് പാർക്ക് എന്നാണ്. ഹൈഡ് പാർക്ക് എന്ന് പറയാൻ കാരണം ലണ്ടനിലൊരു പാർക്കാണ് ഹൈഡ് പാർക്ക്. നമ്മുടെ VK കൃഷ്ണമേനോൻ ഉൾപ്പെടെയുള്ള ഇന്ത്യയിലുള്ള ലണ്ടനിൽ പഠിച്ച പഴയ ഇന്ത്യൻ പൊളിറ്റീഷ്യൻസ് ഒക്കെ ഒത്തിരി പ്രസംഗിച്ച പാർക്കുകളാണ്. കാരണം അത് ഇന്ത്യൻ പൊളിറ്റീഷ്യൻസ് മാത്രമല്ല കേട്ടോ, ഒത്തിരി ആളുകൾ അല്ലെങ്കിൽ സംസാരിച്ച്, അല്ലെങ്കിൽ ഒരു കോൺവെർസേഷൻ, അല്ലെങ്കിൽ ഒത്തിരി ബ്രെയിൻ സ്റ്റോമിങ് നടന്ന ലണ്ടനിലെ ഏറ്റവും ആക്റ്റീവായ ഒരു പാർക്കാണ് ഹൈഡ് പാർക്ക്. അപ്പം നമ്മളതിന് ആ ഒരു വലിപ്പമൊന്നും ഇല്ലെങ്കിലും നമ്മൾ അതിനു വേണ്ടി അല്ലെങ്കിൽ ഒരു കോൺവെർസേഷനുള്ളൊരു സ്പേസ് ക്രിയേറ്റ് ചെയ്യുക. അതുകൊണ്ടാണ് നമ്മൾ ഹട്ടുകളും അല്ലെങ്കിൽ ട്രീ ഹൗസ് ഒക്കെ കാണുന്നത്. ഈ ക്ലാസ് മുറിക്ക് പുറത്ത് അവരെ കൊണ്ടുവന്ന് ഒരു ഫ്രീ സ്പേസിൽ വ്യത്യസ്തമായ എന്തുമായിക്കോട്ടെ, ഇപ്പം പഠിക്കുന്ന കാര്യങ്ങൾക്ക് പുറത്ത് സൊസൈറ്റി നടക്കുന്ന പല കാര്യങ്ങളായിക്കോട്ടെ, അതിനൊക്കെ ഒരു കോൺവെർസേഷൻ സ്പേസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഈ ഒരു പ്ലേസ് നമ്മൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഈ ഇപ്പം ക്രിയേറ്റീവ് ഇൻഡസ്ട്രി ആയിട്ട് ഞാൻ നോക്കുമ്പോൾ ഒരു യൂണിവേഴ്സിറ്റി അങ്ങനെ ഒരു ക്രിയേറ്റീവ് ഇൻഡസ്ട്രി ആയിട്ടൊക്കെ അങ്ങനെ ഒരുപാട് കൊളാബറേറ്റ് ചെയ്യുന്നത് കേരളത്തിൽ കുറവാണ്. അല്ലെങ്കിൽ അവരുടെ ഒരു അക്കാദമിക് ഇവന്റ്, സെമിനാർ എന്നൊക്കെ പറയുമ്പോൾ കുറച്ചുകൂടി അകലം, ഇപ്പം മൂവി റിലേറ്റഡ് ഇവന്റ്സ് ഒക്കെ വരുന്നത്. പക്ഷെ ഒരു ക്രിയേറ്റീവ് ഇൻഡസ്ട്രി ആയിട്ടുള്ള ഒരു കൊളാബറേഷൻ കുറച്ചുകൂടി ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ട് ആലോചിക്കുന്നതായിട്ട് ജെയിനിന്റെ എപ്പോഴുള്ള ആക്ടിവിറ്റീസ് തോന്നാറുണ്ട്. അല്ല, നമ്മൾ ക്രിയേറ്റീവ് സ്റ്റഡീസ് നമ്മുടെ ഒരു വൺ ഓഫ് ദി ക്രിയേറ്റീവ് സ്കൂൾ എന്ന് പറഞ്ഞാൽ സ്കൂൾ ഓഫ് മീഡിയ, ഡിസൈൻ ആൻഡ് ക്രിയേറ്റീവ് ആർട്സ്. നമ്മൾ ഏറ്റവും നമ്മുടെ ഒരു ഏറ്റവും ഫ്ലാഗ്ഷിപ്പ് ആയിട്ടുള്ള ഒരു സ്കൂൾ എന്ന് തന്നെ പറയാം. കാരണം IT എഞ്ചിനീയറിംഗ് ആണ്, കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗ് ആണ് ഏറ്റവും കൂടുതൽ സ്റ്റുഡൻസ് ഉള്ളതെങ്കിലും ഏറ്റവും വൈബ്രൻ്റ് ആയിട്ടുള്ള സ്റ്റുഡൻസ് പഠിക്കുന്ന സ്കൂൾ ഇതാണ്. കാരണം നമുക്ക് കമ്മ്യൂണിക്കേഷൻ ഡിസൈനിൽ തന്നെ നമുക്ക് ആനിമേഷൻ, വിഷ്വൽ എഫക്ട്സ്, അതുപോലെ ഗെയിം ആർട്ട് ഡിസൈൻ, അഡ്വർടൈസിങ്, അതുപോലെ ഫോട്ടോഗ്രാഫി കോഴ്സുകളുണ്ട്. അതുപോലെ തന്നെ ഫിലിം ആൻഡ് മീഡിയ നമുക്ക് അണ്ടർ ഗ്രാജുവേഷൻ, പോസ്റ്റ് ഗ്രാജുവേഷൻ ഉണ്ട്. അതിൽ നമുക്ക് സിനിമാറ്റോഗ്രാഫിയും അതുപോലെ ഡയറക്ഷനും ആക്ടിങ്ങും എല്ലാം സ്പെഷ്യലൈസേഷൻ ഉണ്ട്. നമുക്ക് ഗെയിം ഡിസൈൻ സെപ്പറേറ്റ് കോഴ്സ് ഉണ്ട്. അതുപോലെ ഇൻറ്റീരിയർ ഡിസൈൻ ഉണ്ട്, ഫാഷൻ ഡിസൈൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ഉണ്ട്, UI/UX ഉണ്ട്. ഈ വർഷം ഞങ്ങൾ പെർഫോമിംഗ് ആർട്സ്, അത് നമ്മൾ മ്യൂസിക് ഇൻസ്ട്രുമെൻറ്റ്സ്, അതുപോലെ തന്നെ ഡാൻസ് ആൻഡ് കൊറിയോഗ്രാഫി, ആക്ടിങ് ആൻഡ് തിയേറ്റർ പെർഫോമൻസ് ഈ വർഷം ലോഞ്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ക്രിയേറ്റീവ് ഏറ്റവും ഒരു യൂണിവേഴ്സിറ്റി എപ്പോഴും വൈബ്രൻ്റ് ആക്കുന്നത് ക്രിയേറ്റീവ് സ്റ്റഡീസിൽ അല്ലെങ്കിൽ ക്രിയേറ്റീവ് കോഴ്സ് പഠിക്കുന്ന കുട്ടികളായിരിക്കും. അപ്പോൾ അതിനൊരു കൊച്ചിയിൽ അല്ലെങ്കിൽ കേരളത്തിൽ അതിന് പറ്റിയൊരു ഡെസ്റ്റിനേഷൻ
ഇല്ലായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ക്രിയേറ്റീവ് എഡ്യൂക്കേഷന് പറ്റിയൊരു ഡെസ്റ്റിനേഷൻ എല്ലാവരും അധികം പൂനെക്കോ ബാംഗ്ലൂർക്കോ മുംബൈക്കോ പോയിക്കൊണ്ടിരുന്ന ഒരു ഫ്ലോ മാറ്റി കൊച്ചിയിലെ സ്പേസ് ക്രിയേറ്റ് ചെയ്യും. കാരണം നമുക്കറിയാം ഇപ്പം മലയാളം ഫിലിം തന്നെ അല്ലെങ്കിൽ ഇൻഡസ്ട്രി തന്നെ നമുക്ക് 100 CR മുകളിലുള്ള ഒത്തിരി ഫിലിംസ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇൻഡസ്ട്രി ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഫിലിം ഇൻഡസ്ട്രി മാത്രമല്ല, നമ്മൾ ജസ്റ്റ് ഒരു റീൽസ് ഇൻഡസ്ട്രി എടുത്തോ, നമ്മൾ നമ്മുടെ ഇൻസ്റ്റാഗ്രാമോ അല്ലെങ്കിൽ ഫേസ്ബുക്കോ അല്ലെങ്കിൽ യൂട്യൂബോ ഒരു $1 ബില്യൺ ഇൻഡസ്ട്രിയാണ്. നമ്മൾ അതിനെ പ്രോപ്പറായിട്ട് ക്രിയേറ്റേഴ്സിന് നമ്മളിപ്പോൾ ക്രിയേറ്റീവ് എക്കോണമിനെ കുറിച്ചാണ് നമ്മൾ വളരെ കാര്യമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്, ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പല ക്രിയേറ്റീവ് ക്രിയേഷൻസിനും പുറകിൽ ഒത്തിരി മലയാളികൾ വർക്ക് ചെയ്യുന്നുണ്ട്. ആ ഒരു സ്പേസ് ഇവിടെ ക്രിയേറ്റ് ചെയ്യുവാണെങ്കിൽ, ഒന്ന് അവർക്ക് പഠിക്കാനൊരു സ്പേസ്, അവർക്ക് പ്രാക്ടീസ് ചെയ്യാൻ ഒരു സ്പേസ് ക്രിയേറ്റ് ചെയ്യുവാണെങ്കിൽ നമുക്ക് ഒത്തിരി നല്ല കാര്യങ്ങൾ ഇവിടെ ചെയ്യാൻ പറ്റും, ഒത്തിരി പേർക്ക് ജോലി കൊടുക്കാൻ പറ്റും. അതുപോലെ തന്നെ ഒത്തിരി നല്ല ക്രിയേറ്റിവിറ്റി അല്ലെങ്കിൽ ക്രിയേറ്റീവായിട്ടുള്ള കോൺട്രിബ്യൂഷൻസ് നമുക്ക് നടത്താൻ പറ്റും. അപ്പം നമ്മുടെ ഏറ്റവും ഫോക്കസ്ഡ് സ്കൂളാണ്. അത് മാത്രമല്ല ഫിലിം നമ്മുടെ ഒരു സബ്ജക്റ്റും കൂടിയാണ്. അതുകൊണ്ടാണ് നമ്മൾ ഫിലിം ബേസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് ഒത്തിരി പാർട്ട്ണർ ചെയ്യുന്നത്. അതുകൂടെ തന്നെ സൊസൈറ്റിയുമായിട്ട് ആളുകളെ കണക്ട് ചെയ്യാൻ, ഒരു ബ്രാൻഡ് ജെയിൻ ആസ് എ ബ്രാൻഡ് കണക്ട് ചെയ്യാനും ഫിലിം എന്ന് പറയുന്ന എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമാണ്, എല്ലാവരുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റിയ ഒരു ആസ്പെക്റ്റ് ആണ്. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് ആളുകളുമായിട്ട് സൊസൈറ്റിയായിട്ടും കൂടുതൽ കണക്ട് ചെയ്യാനും നമ്മുടെ ബ്രാൻഡിനെ കുറച്ചും കൂടെ ജനകീയമാക്കാനും പറ്റും. അതുകൊണ്ടൊക്കെയാണ് നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ. നമ്മളിപ്പോ ഇരിക്കുന്ന സ്ഥലം നോക്കുകയാണെങ്കിൽ മോഹൻലാലൊക്കെ ഏറ്റവും കൂടുതൽ വന്ന കൊച്ചിയിലെ ക്യാമ്പസ് ആണ്. അതെ, അതിൽ കഴിഞ്ഞ വർഷം തന്നെ എനിക്ക് 3 പ്രാവശ്യം ലാലേട്ടൻ ക്യാമ്പസിൽ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ മലയാളത്തിന് ഒട്ടുമിക്ക സൂപ്പർ സ്റ്റാർസിനെ അതുപോലെ തന്നെ ഒട്ടുമിക്ക ആർട്ടിസ്റ്റുകളെ നമുക്ക് ക്യാമ്പസിൽ കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ ഒരു ജസ്റ്റ് ക്യാമ്പസിൽ വന്നൊരു പ്രോഗ്രാം ചെയ്യുന്ന ഒരു വളരെ നമുക്ക് നല്ല ഓരോ കാര്യങ്ങളും വളരെ വ്യത്യസ്തമായ തീമോടെ ഡിസൈൻ ചെയ്യാൻ പറ്റും. ഇപ്പം നമുക്ക് ബാറോസിന്റെ ഒരു പ്രോഗ്രാം ആണെങ്കിൽ നമ്മളൊരു ട്രഷർ ഹണ്ട് എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം, പെയിന്റിംഗ് ട്രഷർ ഹണ്ട്. അതുപോലെ തന്നെ നമ്മൾ എമ്പുരാൻ ചെയ്തപ്പോൾ നമ്മളൊരു സേ നോ ടു ഡ്രഗ്സ് എന്ന് പറയുന്ന ഒരു ഡ്രോൺ ഷോ, അങ്ങനെ വ്യത്യസ്തമായ കാര്യങ്ങൾ. അതുപോലെ തന്നെ പൃഥ്വി വന്ന നമ്മൾ ഡ്രൈവിംഗ് ലൈസൻസ്, അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ നമ്മൾ വ്യത്യസ്തമായ തീമുമായിട്ട് കണക്ട് ചെയ്ത് ജസ്റ്റ് ഒരു ഇവന്റ് വന്ന് ക്യാമ്പസ് കയറി വിസിറ്റ് ചെയ്യുന്നതിനുപരി അതിനെ എങ്ങനെ നമ്മൾ നമ്മുടെ എഡ്യൂക്കേഷനുമായിട്ട് കണക്ട് ചെയ്യുന്ന ഒരു തീമായിട്ട് കൊണ്ടുവരുന്നു, അതിനെ എങ്ങനെ എൻഗേജ് ചെയ്യിക്കാൻ പറ്റുന്നു. അപ്പം അങ്ങനെയുള്ള ഇപ്പം നമുക്കിടത്ത് ഒത്തിരി ഫിലിംസും അല്ലെങ്കിൽ ഒത്തിരി ഫിലിംസ് നമ്മൾ അപ്രോച്ച് ചെയ്യാറുണ്ട്. അപ്പോൾ അതിനെല്ലാം നമ്മൾ ജസ്റ്റ് ഒരു സ്റ്റേജ് പ്രസൻസിന് ഉപരി നമ്മളുമായിട്ട് എങ്ങനെ കണക്ട് ചെയ്ത് ഒരു തീം വർക്ക് ചെയ്യാൻ പറ്റും, തിമാറ്റിക് ആയിട്ടുള്ള ഒരു ഇവന്റ് വർക്ക്ഔട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് നിങ്ങൾ നോക്കുന്നത്. നോളജ് ഇക്കണോമിയുടെ കാര്യത്തിൽ വലിയ കോൺഫിഡൻസ് മലയാളിക്കുണ്ട്, നമ്മുടെ ഭരണകൂടത്തിൽ എല്ലാത്തിലും ഉണ്ട്. അപ്പോഴും നമ്മൾ നോക്കുമ്പോൾ പഠിക്കാൻ വേണ്ടിയിട്ടും ജോലിക്ക് വേണ്ടിയിട്ടും പുറത്തേക്ക് പോകുന്നവരുടെ എണ്ണം കുറയല്ല, കൂടുന്നുണ്ട്. അതെ, ജെയിൻ എന്ന് പറയുന്ന ക്യാമ്പസ് ഒരു ഹാപ്പനിങ് ഹബ്ബായ കൊച്ചിയുടെ ഹൃദയഭാഗത്താണ്, ഇൻഫോ പാർക്കിനകത്താണ്. ഇത് സമ്മിറ്റ് ഓഫ് ഫ്യൂച്ചർ ആയതുകൊണ്ടുകൂടി പറയുകയാണ്, ഫ്യൂച്ചറിലേക്കുള്ള വിദ്യാർത്ഥികൾ എവിടെ പ്രിഫർ ചെയ്യും? കാരണം ഒരു എന്താ പറയുന്ന ഒരു ക്വാളിറ്റി എഡ്യൂക്കേഷൻ മാത്രമല്ല, നമ്മൾ ആദ്യം പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ, എക്കോസിസ്റ്റം പ്ലേ ആണ് അത് ഏറ്റവും ഇമ്പോർട്ടന്റ്. കാരണം നമുക്ക് ഒത്തിരി നല്ല യൂണിവേഴ്സിറ്റികളും കോളേജുകളും ഉണ്ട്, നമുക്ക് എന്തുകൊണ്ട് ആ എക്കോസിസ്റ്റം പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ എക്സ്പോഷർ പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നില്ല? അതാണ് നമ്മുടെ ഏറ്റവും വലിയൊരു ഡ്രോബാക്ക് ആയിട്ട്. അല്ലെങ്കിൽ സ്റ്റുഡൻസ്, പിന്നെ മാത്രമല്ല ഈ പറയുന്ന ഡെസ്റ്റിനേഷൻസ് ഉണ്ടല്ലേ, നമ്മളിപ്പോൾ UK അല്ലെങ്കിൽ US അല്ലെങ്കിൽ ഓസ്ട്രേലിയ പറയുന്നു, ഈ ഡെസ്റ്റിനേഷൻസിലേക്കൊക്കെ പോകുന്ന ഒരു ഡെസ്റ്റിനേഷൻ സെല്ലിങ്. കാരണം അവരെ അട്രാക്ട് ചെയ്യുന്ന ഒത്തിരി വേറെ ഫാക്ടേഴ്സ് ഉണ്ട്. അവിടുത്തെ ഒരു ക്വാളിറ്റി ഓഫ് ലൈഫ് ആയിരിക്കാം, അല്ലെങ്കിൽ അവിടുത്തെ ഹെൽത്ത് സിസ്റ്റം ആയിരിക്കാം, അല്ലെങ്കിൽ ഹൈജീൻ ആയിട്ടുള്ള റോഡ്, അല്ലെങ്കിൽ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ട്രാൻസ്പോർട്ടേഷൻ ആയിരിക്കാം, പബ്ലിക് ട്രാൻസ്പോർട്ട് ആയിരിക്കാം, പബ്ലിക് ടോയ്ലറ്റ്സ് ആകാം. ഇതൊക്കെയാണ് നമ്മൾ കറക്റ്റ് ചെയ്യേണ്ട കാര്യങ്ങൾ. ഈ കാര്യങ്ങളൊക്കെ ഈ പറയുന്ന അവിടെ അത് ഒപ്പം തന്നെ നമ്മുടെ അവിടെ കറൻസി അല്ലെങ്കിൽ ഒരു എക്സ്ചേഞ്ച് കിട്ടുന്ന ഒരു ബെനിഫിറ്റ്. നമുക്ക് ഈ എക്കോസിസ്റ്റം എങ്ങനെ ബിൽഡ് ചെയ്യാം എന്നുള്ളതാണ് നമ്മുടെ വൈഡർ വിഷൻ. ഈ ഫ്യൂച്ചർ കേരള മിഷൻ തന്നെ നോക്കുന്നത് നമ്മൾ എഡ്യൂക്കേഷൻ നമ്മുടെ ഒരു കോർണർ ആസ്പെക്റ്റ് ആയിട്ട് എടുക്കുന്നു. ആ കോർണർ ആസ്പെക്ട് എടുക്കാൻ കാരണം നമ്മൾ ഇതിനകത്ത് ഒരു നീറ്റ് അല്ലെങ്കിൽ ഒരു ഹൈജീൻ ആയിട്ടുള്ള പബ്ലിക് സ്പേസ് എന്ന് പറഞ്ഞാൽ, നമ്മൾ ഒരു മിഠായി കഴിച്ചാൽ നമ്മൾ അതിൻ്റെ മിഠായി കടലാസ് നമ്മുടെ സ്ട്രീറ്റിലിടും, അല്ലെങ്കിൽ നമ്മൾ അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ നമ്മുടെ ഒരു ബേസിക് കൾച്ചർ അല്ലെങ്കിൽ ബേസിക് എന്താ പറയുക ബിഹേവിയർ കറക്റ്റ് ചെയ്യാനുണ്ട്. അതിനി കറക്റ്റ് ചെയ്യേണ്ടത് റൈറ്റ് ഫ്രം സ്കൂൾസിൽ നിന്നാണ്. കാരണം നമ്മുടെ ഒരു ജനറേഷനെ കറക്റ്റ് ചെയ്യുക എന്ന് പറയാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ആ സ്കൂളിൽ നിന്ന് ഇതിന് റൈറ്റ് ബിഹേവിയറും അല്ലെങ്കിൽ ഒരു കൾച്ചറും സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ വളരെ എന്താ പറയുന്നത് ഹൈജീനായിട്ട് പബ്ലിക് സ്പേസ് കീപ്പ് ചെയ്യുന്ന ഒരു ജനറേഷൻ, അല്ലെങ്കിൽ ഒരു സിവിക് സെൻസ് ഉള്ള ഒരു ജനറേഷനെ ബിൽഡ് ചെയ്യുന്നു. അത് മാത്രമല്ല, സ്കൂളിംഗ് സിസ്റ്റം കഴിഞ്ഞ് കോളേജിൽ വന്നാൽ നമ്മുടെ യൂണിവേഴ്സിറ്റികളെല്ലാം ടൈംലി റെലവൻ്റ് ആയിട്ടുള്ള ഗ്രാജുവേറ്റ്സിനെ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റിയാൽ, അതായത് വളരെ ഇൻഡസ്ട്രിയുടെ ആവശ്യമുള്ള കാര്യങ്ങളിൽ ഗ്രാജുവേറ്റിന് അതനുസരിച്ച് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സിസ്റ്റം ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമ്മുടെ അടുത്ത് ഇവിടെ എംപ്ലോയേഴ്സ് വരും.
കാരണം ഇപ്പം നിങ്ങൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ആക്സെഞ്ചർ കാണാം, IBM കാണാം, എല്ലാ MNCകളും കാണാം. എവിടെ കൺസിസ്റ്റന്റ് ആയിട്ട് സപ്ലൈ ചെയിൻ ഉണ്ടോ ടാലന്റിന്റെ അവിടെ എംപ്ലോയീസ് വന്നിരിക്കും. ഒരിക്കലും അവിടെയാണ്. അതുകൊണ്ടാണ് ബാംഗ്ലൂരിന് ഈ മൂവ് കിട്ടിയത്. ബാംഗ്ലൂരിലെ 90കളിൽ ആദ്യത്തിൽ IT കമ്പനികൾ വരാൻ കാരണം ബാംഗ്ലൂരിൽ ധാരാളം എഞ്ചിനീയറിംഗ് കോളേജുകൾ ഉണ്ടായിരുന്നു. ഒത്തിരി IT ഗ്രാജുവേറ്റ്സ് ബാംഗ്ലൂർ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റി. ആ ഒരു മൂവ്മെന്റ് ഇന്ന് കേരളത്തിൽ കിട്ടാൻ കാരണം ഈ സപ്ലൈ ചെയിൻ ആണ്. ഈ സപ്ലൈ ചെയിൻ കുറച്ചും കൂടെ സ്ട്രോങ് ആക്കി കൂടുതൽ എംപ്ലോയീസ് നമുക്ക് അട്രാക്ട് ചെയ്യാം. ഇൻഫോ പാർക്ക് phase 3, phase 4 അല്ല phase 10 വരെ പോകാം. അത് മാത്രമല്ല നമ്മൾ ഓൺട്രപ്രണേഴ്സിനെ ബിൽഡ് ചെയ്യാം. ഇവിടെ നിന്നും നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രമല്ല, ലോക്കലിൽ നിന്ന് ഗ്ലോബലിലേക്ക് സ്കെയിൽ ചെയ്യാൻ പറ്റിയ, വാല്യൂ ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയ ഓൺട്രപ്രണേഴ്സിനെ നമുക്ക് ബിൽഡ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഫോക്കസ് ചെയ്യുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ എഡ്യൂക്കേഷൻ, ഈ ഓൺട്രപ്രണർഷിപ്പ്, അത് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റി ക്രിയേറ്റ് ചെയ്യുന്നു. എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റി ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി എല്ലാവരുടെയും കയ്യിൽ ആവശ്യത്തിന് പൈസ അല്ലെങ്കിൽ കറൻസി, ഡിസ്പോസിബിൾ ഇൻകം വരും. അത് സ്പെൻഡ് ചെയ്യുന്ന എക്കോണമിയിലാണ്. ഈ മണി സർക്കുലേഷൻ ആണ് ഈ ബേസിക് എക്കണോമിക്സ് വർക്ക് ചെയ്യുന്നത്, ക്വാളിറ്റി ഓഫ് ലൈഫ് വർക്ക് ചെയ്യുന്നത് നിങ്ങൾ ഡിസ്പോസൽ ഇൻകം ആണ്. എത്രമാത്രം നമുക്ക് ഇൻകം കയ്യിലുണ്ട് അല്ലെങ്കിൽ സ്പെൻഡ് ചെയ്യാൻ പറ്റുന്നു. നമ്മൾ നല്ല മൂവിക്ക് പോകും, നല്ല റെസ്റ്റോറൻറ്റിൽ പോകും, നല്ല കാറ് വാങ്ങും, നല്ല ഹൗസിങ്ങിന് സ്പെൻഡ് ചെയ്യും. ഇത് ഓട്ടോമാറ്റിക്കലി എക്കോണമി ഗ്രോ ചെയ്യുന്നു. അതുപോലെ ഒരു ക്വാളിറ്റി ഓഫ് ലൈഫ് എന്ന് പറയും നമ്മൾ അച്ചീവ് ചെയ്യാൻ പറ്റും. ഇതിൽ നമ്മൾ യൂത്തിനെ എംപവർ ചെയ്യും. ഇങ്ങനെ 4 പില്ലേഴ്സിനെ ബേസ് ചെയ്താണ് ഈ എക്കോസിസ്റ്റം പ്ലേ വർക്ക് ചെയ്യുന്നത്. ഇതിന് നമ്മൾ ബേസിക് ആയിട്ടൊരു പ്ലാൻ, ഒരു പ്രോപ്പർ പ്ലാൻ വർക്ക് ചെയ്യുവാണെങ്കിൽ 2050 അല്ലെങ്കിൽ 51 നമ്മൾ ഇന്നലത്തെ നമ്മളൊരു സാങ്കല്പിക വാർത്ത നമ്മൾ അപ്പോൾ അതിനകത്ത് UK-യിലും US-യിലും അല്ലെങ്കിൽ ഓസ്ട്രേലിയയിലെയും സിറ്റിസൺസ് ഇവിടെ വന്ന് ഇവിടെ പെർമനന്റ് റെസിഡൻസി അപ്ലൈ ചെയ്യുന്ന ഒരു കേരളം അത് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. കാരണം സിംഗപ്പൂർ പോലുള്ള രാജ്യങ്ങൾ, ഇപ്പം അമേരിക്ക തന്നെ 200 വർഷത്തെ ലെഗസി അമേരിക്കയ്ക്കുള്ളൂ. ഇതൊരു ബ്രിട്ടീഷ് കോളനി ആയിരുന്നു. അപ്പം അങ്ങനെയുള്ള രാജ്യങ്ങൾ അല്ലെങ്കിൽ എക്കോണമീസ് ഡെവലപ്പ് ചെയ്യാമെങ്കിൽ അല്ലെങ്കിൽ ബിൽഡ് ചെയ്യാമെങ്കിൽ എന്തുകൊണ്ട് ഇത്രയും നല്ല ടാലന്റ് പൂളുള്ള കേരളത്തിന് എന്തുകൊണ്ട് 2050-51 അങ്ങനെ ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ അങ്ങനെ ഒരു എക്കോസിസ്റ്റം എല്ലാവരും താമസിക്കാൻ, ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു സ്ഥലം ബിൽഡ് ചെയ്യാൻ ഉറപ്പായിട്ടും പറ്റും. അതാണ് നമ്മൾ ഈ ഒരു വൈഡർ വിഷനായിട്ട് അല്ലെങ്കിൽ നമ്മുടെ യൂണിവേഴ്സിറ്റിയുടെ വിഷനും അല്ലെങ്കിൽ ഫ്യൂച്ചർ കേരള മിഷന്റെ ഒരു വൈഡർ വിഷൻ. ഇപ്പോൾ ഒരു കാര്യമുള്ളൂ, ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞു, ഇപ്പം കഴിഞ്ഞ വർഷം ഇതിൻ്റെ ഒരു മാസി പബ്ലിസൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ച സാധനമായിരുന്നു പത്രങ്ങളുടെ 1-ാം പേജ് ഫ്യൂച്ചർ എങ്ങനെയായിരിക്കും എന്ന് പറഞ്ഞു. അതിലൊരു ഫൺ ഉണ്ടായിരുന്നു, കോൺട്രവേഴ്സി ഉണ്ടായിരുന്നു, ആക്സെപ്റ്റൻസ് ഉണ്ടായിരുന്നു, ഇതെല്ലാം ഉണ്ടായിരുന്നു. ഇത് രണ്ടാമതൊരു ടെലിവൈസ്ഡ് വീഡിയോ, ഈ പറയുന്ന ടെലിവിഷൻ ന്യൂസ് ആയിട്ട് പ്രസന്റ് ചെയ്തത്. ടോമിന്റെ കാര്യത്തിൽ ഇപ്പൊ ഇത് 2026 2050 അത് എത്രാമത്തെ എഡിഷൻ ഉള്ളതല്ലേ, 2050 ഫ്യൂച്ചർ സമ്മിറ്റ്. ആ ഫ്യൂച്ചർ സമ്മിറ്റ് ആരായിരിക്കും പാർട്ടിസിപ്പൻസ്, എന്തായിരിക്കും അന്നത്തേക്ക് എത്തുമ്പോഴേക്കും അച്ചീവ് ചെയ്യാനുള്ള എൻവിഷൻ ചെയ്യുന്ന ഒരു ഡ്രീം? അല്ലെ 2050 നമ്മൾ ഓരോ സമ്മിറ്റിലും നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന അന്നേരം ആ സമയത്തെ കാലിക പ്രാധാന്യമുള്ള കാര്യങ്ങളാണ്. 2050 ലോകം മാറിക്കൊണ്ടിരിക്കുന്ന സ്പീഡ് അല്ലെങ്കിൽ അതിൻ്റെ വേഗത എന്ന് പറഞ്ഞാൽ നമുക്കൊരിക്കലും നമ്മൾ വിചാരിക്കുന്നതിനപ്പുറമാണ്. നമ്മൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ കുറിച്ച് 10 വർഷം മുമ്പ് ഇതുപോലെ സംസാരിച്ചിട്ടില്ല. അപ്പോൾ നമ്മൾ ഇനി സംസാരിക്കാൻ പോകുന്ന മറ്റു പല കാര്യങ്ങളായിരിക്കും. കാരണം നമ്മുടെ ടെക്നോളജിയുടെ ഇൻഫ്ലുവൻസ് അല്ലെങ്കിൽ ടെക്നോളജി എന്തുമാത്രം എല്ലാ സെക്ടേഴ്സിലും വരുന്നിടത്തോളം കാലം നമ്മുടെ സോഷ്യൽ ലൈഫിനെ അത് ഇമ്പാക്റ്റ് ചെയ്യുന്നു, നമ്മുടെ ഡേ ടു ഡേ ലൈഫിനെ ഇമ്പാക്റ്റ് ചെയ്യുന്നു, നമ്മുടെ പ്രൊഫഷനെ ഇമ്പാക്റ്റ് ചെയ്യുന്നു. ഇപ്പോൾ 2050 എന്താണ് ചർച്ചാ വിഷയം എന്ന് പറഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റുകയില്ല. പക്ഷേ ഇത് എപ്പോഴും നമ്മൾ നമ്മുടെ എല്ലാ സബ്ജക്റ്റുകളും ഫ്യൂച്ചറിസ്റ്റിക് ആയിരിക്കും അല്ലെങ്കിൽ ഹ്യൂമൻ സെൻട്രിക് ആയിരിക്കും. കാരണം 2050 മനുഷ്യനുണ്ടാകും. അപ്പോൾ നമ്മൾ എടുക്കുന്ന സബ്ജക്റ്റുകളെ നമ്മുടെ ടെക്നോളജി അഡ്വാൻസ്മെന്റ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ സയൻസിലുള്ള അഡ്വാൻസ്മെന്റ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ അന്നത്തെ ഒരു ക്ലൈമറ്റ് കണ്ടീഷൻ ആയിക്കോട്ടെ, ഗവേണൻസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ട്രാൻസ്പോർട്ടേഷൻ ആയിക്കോട്ടെ, അന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന എല്ലാ ആസ്പെക്റ്റും ഹ്യൂമൻ സെൻട്രിക് ആയിരിക്കും. ഇന്നും ഹ്യൂമൻ സെൻട്രിക് ആണ്. 2050 ഫ്യൂച്ചറിനെ കുറിച്ച് എന്ത് ചിന്തിക്കണം, ആശങ്കപ്പെടണം, കേൾക്കണം എന്ന് ആഗ്രഹിക്കുന്നവർക്കെല്ലാം അല്ല, നമ്മളിപ്പോൾ അങ്ങനെ കുറെ തോട്ട് പ്രോസസ് നമ്മൾ ഇട്ട് കഴിഞ്ഞു. ഇപ്പൊ നമ്മുടെ ന്യൂസുകൾ കണ്ടാൽ നമ്മൾ ഡിജിറ്റൽ കറൻസി, ഇപ്പൊ നമ്മൾ ഇന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡിജിറ്റൽ കറൻസി ബാൻ ചെയ്തെന്ന് പറഞ്ഞാൽ ഡിജിറ്റൽ കറൻസി ഇന്നിപ്പോൾ ആളുകളുടെ കയ്യിൽ, എൻ്റെ കയ്യിൽ ഒരു പേപ്പർ കറൻസി എൻ്റെ കയ്യിലില്ല. നമ്മൾ ആരും പേപ്പർ കറൻസി ഉപയോഗിക്കുന്നില്ല, ബാൻ ചെയ്യേണ്ട വന്നില്ല. നമ്മൾ ഓട്ടോമാറ്റിക്കലി അത് എന്താ പറയുന്ന ആ ലൈഫ് സ്റ്റൈലിലേക്ക് മാറി. ഇപ്പൊ അതുപോലെ നമ്മൾ AI-യുടെ പല കാര്യങ്ങളും നമ്മുടെ ഒരു നാച്ചുറൽ അല്ലെങ്കിൽ ഡിസാസ്റ്റർ അലേർട്ട് AI അതൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ. അതുപോലെ തന്നെ മറ്റു ഗ്രഹങ്ങളിലേക്കുള്ള മാസം ജീവിക്കുന്ന, അതൊക്കെ നമ്മൾ ഇത് എനി ടൈം നടക്കുന്ന ഒരു കാര്യം. അപ്പോൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ എടുത്ത വാർത്തകളിൽ, ഈ ടെലിവിഷനിൽ വന്ന വാർത്തകൾ നമ്മളെടുത്ത ഒന്ന് പെട്രോൾ ഡീസലാണ്. പെട്രോൾ ഡീസൽ EV യുഗത്തിലേക്ക് നമ്മൾ സ്വിച്ച് ചെയ്ത് കഴിഞ്ഞു. ഓട്ടോമാറ്റിക്കലി ഒരു 10-20 വർഷം കഴിയുമ്പോൾ ആരും ബാൻ ചെയ്യേണ്ടി വരില്ല. നമ്മുടെ ലൈഫ് സ്റ്റൈൽ അതായി പോവും. EV വെഹിക്കിളിലേക്ക് നമ്മൾ മാറും. അതുപോലെ നമ്മൾ കാർബൺ ക്രെഡിറ്റ് എന്ന് പറയുന്നത്, കാർബൺ ക്രെഡിറ്റ് ഇനി വരാൻ പോകുന്ന മറ്റൊരു കാര്യമാണ്. കാരണം നമ്മൾ ഏറ്റവും കൂടുതൽ എന്താ പറയുക, ഗ്രീൻ അല്ലെങ്കിൽ ഭൂമിക്കും അല്ലെങ്കിൽ ക്ലൈമറ്റിനും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതുകൊണ്ട് അടുത്ത് ഇനി വരാൻ പോകുന്ന ഒരു വിപ്ലവം എന്ന് പറയുന്ന കാർബൺ ക്രെഡിറ്റ്
അല്ലെങ്കിൽ എക്കോണമി, കാർബൺ ക്രെഡിറ്റ് എക്കോണമി തന്നെ വരും. പല കമ്പനികൾ, റിലയൻസ് പോലുള്ള കമ്പനികളൊക്കെ അതിന് പ്രീ പ്ലാൻഡ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ്സ് നടത്തി കഴിഞ്ഞു. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ ഇനി ലോകത്ത് പല കാര്യങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനിപ്പോൾ സാധാരണക്കാരനെ ചിലപ്പോൾ അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടാവില്ല. കാർബൺ ക്രെഡിറ്റ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ആദ്യമായിട്ടായിരിക്കും ഇന്നലെ കേട്ട്, അല്ലെങ്കിൽ ഈ പെട്രോൾ ഡീസൽ EV വന്നെങ്കിലും ഇതിന് ഇങ്ങനെ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാകുമോ, അല്ലെങ്കിൽ ഇങ്ങനെ ഗവൺമെന്റ് ഒരു 10-20 വർഷം കഴിയുമ്പോൾ ഇതിനെക്കുറിച്ച് ചിന്തിച്ചുകൂടെ എന്ന് ആളുകൾ ഇന്നലെ ചിന്തിച്ചു കാണും. 20 വർഷം കഴിയുമ്പോൾ ഗവൺമെന്റ് ഇത് ചിന്തിക്കുമായിരിക്കാം. അപ്പൊ അങ്ങനെ അവരെ തോട്ട്സിനെ ഒന്ന് എന്താ പറയുക, ഒന്ന് ഒരു ഒരു റിഫ്രഷ് ചെയ്യുക. കാരണം ഇത് അവരുടെ ഡേ ടു ഡേ ലൈഫിൽ നിന്നും അല്ലെങ്കിൽ ബിസിനസ് ആസ് യൂഷ്വലിൽ നിന്നും അവരെ ഒന്ന് റിഫ്രഷ് ചെയ്ത് ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ നടക്കുമായിരിക്കും എന്നൊരു എന്താ പ്ലാറ്റ്ഫോമിലേക്ക് അവരെത്തിക്കുക. 2050 നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന കാര്യങ്ങൾ മറ്റു പലതുമായിരിക്കും. ഇതൊക്കെ ചിലപ്പോൾ വന്നു കഴിഞ്ഞ് കാണും. പിന്നെ മറ്റു പല കാര്യങ്ങളും ആയിരിക്കും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്.